بسم الله الرحمن الرحيم واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. ഇതൊരു ശിക്ഷാ നടപടിയെ പറ്റിയുള്ള വിഷയമാണ് ഈ മസ്അല. അവ ശിക്ഷിക്കാനുള്ള അധികാരം ആയിരിക്കില്ല. എല്ലാ മുകല്ലഫീങ്ങളും ശിക്ഷിക്കാൻ ഒരുങ്ങിയാൽ പിന്നെ കോടതിയിൽ നിന്ന് പണ്ടല്ല. അപ്പം അതിന് അധികാരപ്പെട്ടവരോടുള്ള നിർദ്ദേശമാണ് ഇതിൽ പറയുന്നത്. കട്ടോൻ്റെ കൈമുറിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൈമുറിക്കാൻ പോക്കല്ല. അതെന്താക്കണം, കട്ടിട്ടുണ്ടോ എന്ന് തെളിയണം. അത് കളവായിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ റോട്ടുമ്പിലിട്ടിട്ട് മൊബൈലും ചാടിയിട്ട് പോയാൽ വേറെ ആളെടുത്താൽ ഓൻ ആ കള്ളനെ വിളിച്ചുവിടാം. മൊബൈൽ ആടെ അല്ല വെക്കേണ്ടത്. അർഹമായ സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് എന്താക്കണം, എടുക്കണം. അങ്ങനെ അതിന് ഇത്ര മൂല്യം വേണം. ചുരുങ്ങിയ സംഖ്യ ഇത്ര മൂല്യം റുബുദ്ദീനാറല്ലേ എന്നെല്ലാം വന്ന് തെളിഞ്ഞെങ്കിലേ എന്താക്കുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ വെക്കത്തെത്തിയിട്ടുള്ളൂ. നിങ്ങൾ കട്ട് എന്ന് പറഞ്ഞ പാടന്നെ കത്തിയാലും എടുക്കട കൊത്തട്ടെ എന്ന് ഖുർആൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഖുർആൻ നടപ്പിലാക്കല്. അതിൽപ്പെട്ടാണിതും. വല്ലാത്തി എന്ന് പറഞ്ഞാൽ സ്ത്രീ ബഹുവചനമാണത്. സ്ത്രീ ബഹുവചനം ജംഉ അല്ലത്തി, അല്ലത്തിൻ്റെ ജമ്മ്. അപ്പോൾ കുറേ സ്ത്രീകളെ യഹ്തീനൽ ഫാഹിഷത്ത, ആ സ്ത്രീകൾ ഫാഹിഷത്തിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു അല്ലേ. അൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഫീലത്തുൽ ഖബീഹ, വളരെ മോശപ്പെട്ട പ്രവർത്തനത്തിനാണ് ഫാഹിഷത്ത് എന്ന് പറയാം. ഫഹഷ എന്നും പറയും. ഫഹഷും മുങ്കറും കൂടി വന്നാൽ എന്താന്ന്, മുങ്കർ ആമും ഫഹഷ ഖാസ്തും ഇരിക്കും. മുങ്കറിൽ കറാഹത്ത് ചെയ്താലും മുങ്കർ തന്നെയാണ്. അപ്പൊ എല്ലാ ഫഹഷാവും എന്താണ്, മുങ്കറാണ്. മുങ്കറല്ല ഫഹഷ ആയിക്കൊള്ളുന്നില്ല. ഫാഹിഷത്തിന്റെ ഫാഹിഷത്ത് അതിന് ഫവാഹിഷ് ഖുർആനിലുണ്ടല്ലോ. വൽ ഫവാഹിഷ, ഫഹഷാക്കൊന്നും പറഞ്ഞിട്ടുണ്ട്, ഫാഹിഷത്തൊന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ ഇത് ഫഹിഷാന്റെ താരീഫ് വളരെ മോശപ്പെട്ടത്. അക്കലും ഷെറയിലും നാട്ടിലെല്ലാം വരുന്നത് അതാ. ഒരീദ ബിഹ സിന. അപ്പൊ ലഫ്ദ് ആമാണെങ്കിലും സിനയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അൽ ഫിഅലത്തുൽ ഖബീഹ ആമായ ലഫ്ദ് മഅനയിലെ പറഞ്ഞത്. മഅന ലഫ്ദ് ആമാണെങ്കിലും മഅന എന്താക്കും, ഖാസ് ഉദ്ദേശിക്കും. എന്തിനോണ്ടാണ് ഫഹിഷാന്ന് പേര് വന്നതെന്നാ, ലിസിയാദത്തി ഖുബ്ഹിഹി, അതിൻ്റെ ഖുബ്ഹ് വളരെ വർദ്ധിച്ചത് കൊണ്ടാണ്. ഇതിന് അസ്നാന്റെ എന്തിനേക്കാണ് വർദ്ധിച്ചു, അലാ കസീറിൻ മിനൽ ഖബാഇഹി, മറ്റുള്ള ധാരാളം വേറെന്തല്ലോ കുറ്റകൃത്യങ്ങളെക്കാളും ഇവിടെ വർദ്ധിച്ചത് കൊണ്ടാണ് എന്താക്കി, വർദ്ധിച്ചതിന് അർത്ഥം കിട്ടുന്ന ഈ സിനാക്ക് പേര്, ഈ അഡ്രസ്സ് കൊടുത്തത്. ഐ അല്ലാത്തി യഫ്അൽന സിന എന്നായി. ഒരു സ്ത്രീകൾ എന്നാ ഇവിടെ എന്താ ശിക്ഷ കൊടുക്കേണ്ട, കായിനാത്തിൻ മിൻ നിസാഇക്കും, നിങ്ങളെ നിസായിൽ നിന്ന് സംഭവിച്ചത്. അതെന്തിനാ പറയുന്നത്, ഈ മിൻ നിസാഇക്കും എന്നുള്ളത് എന്താക്കണം, മറ്റേ സിഫത്താകണമെങ്കിൽ ഇങ്ങനെ ഒരു അത് എത്രയോ സ്ഥലത്ത് കഴിഞ്ഞു പോയി. ഓരോ ജുസിയാത്തിൽ ഇത് പറയാൻ കഴിഞ്ഞാൽ ഓത്ത് നീങ്ങൂല. ഐ മീൻ സൗജാത്തിക്കും, നിങ്ങളെ സൗജാത്തിന്റെ കൂട്ടത്തിൽ നിൽക്കും. നിങ്ങളെ നിസാഹെന്ന് പറഞ്ഞാൽ സൗജാത്താ ഉദ്ദേശിക്കും. വഹരാറിഹിം, അതുപോലെ തന്നെ അവരിൽ നിന്ന് സ്വതന്ത്രരായ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്. കാരണം സ്വതന്ത്രമല്ലാത്ത അടിമകളെ പറ്റിയുള്ള ശിക്ഷ വേറെ പറയുന്നുണ്ട്. ഫസ്തശ്ഹിദൂ, നിങ്ങളെന്താക്കണം, അതിനെ സാക്ഷി വെക്കണം, സാക്ഷി ഉണ്ടാക്കണം. അലൈഹിന്ന, ആ പ്രവർത്തിച്ച പെണ്ണുങ്ങൾക്കെതിരെ, അർബഅത മിൻകും, നിങ്ങളിൽ നിന്നുള്ള 4 സാക്ഷിനെ കൊണ്ടുവരണം. എന്നാലേ ഫഹിഷ അത് കോടതിയിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കദഫിൻ്റെ അടി വാങ്ങിക്കൊള്ളണം. അപ്പം മുസ്ലിയാറവൻ തേടുന്ന ഒരാളെ പേരിൽ കദഫ് പറയണം. ഇങ്ങോട്ട് പറഞ്ഞോട് ദത്ത ഭയങ്കരത്തൊന്നും ചോദിക്കണ്ട. അത് നിന്റെ കൈമേലുള്ള വടികൊണ്ട് എന്താക്കും, നിന്നെ തല്ലും.
അപ്പം മറ്റേ കാലം ശരിയാവും. ഫസ്തശ്ഹിദൂ എന്ന് പറഞ്ഞാൽ ഇപ്പം സാക്ഷിനെ തേടലാണ്. മെയ്ക്ക് നന്ന കുരുമലയിട്ടില്ലല്ലോ. ഫതുലുബൂ അൻ യശ്ഹദ അലൈഹിന്ന, ആ സ്ത്രീകൾക്ക് എതിരായി കൊണ്ട് സാക്ഷി നിൽക്കാൻ വേണ്ടി തേടണം. എങ്ങനെ തേടലും? ഈ എത്തിയാനിഹ, അവൾ ഫാഹിഷത്തിനെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷിനെ തേടണം. നാല് സാക്ഷിനെ കൊണ്ടുവരണം. അതാരായിരിക്കണം? ദിജാലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ദിജാലിൽ നിന്ന്. വഅഹ്റാറിഹിം, അവർ ആ സാക്ഷികളായിരിക്കണം സ്വതന്ത്രന്മാരായ ഹുറായിരിക്കും വേണം. അപ്പൊ സൂക്ഷിക്കത്തിൽ സാക്ഷിക്ക് പറ്റുന്ന നിബന്ധന ഒത്ത സാക്ഷികൾ. അപ്പൊ കേസ് തെളിഞ്ഞു നോക്കാം. അതപ്പ ഇൻ ഷഹിദൂ അലൈഹിന്ന ബിദാലിക്, ഈ പ്രവർത്തനം കൊണ്ട് അവർക്കെതിരെ എന്താക്കി? 4 ആളുകൾ സാക്ഷി നിന്നു. എന്നാലോ കൊടുക്കേണ്ട ശിക്ഷയാണ് പറയുന്നത്. 1, ഫാംസികൂഹുന്ന ഫിൽ ബുയൂത്ത്, വീട്ടിൽ തടഞ്ഞു വെക്കുക. ഇത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ നിയമങ്ങളായി പറഞ്ഞു വരുന്നു. ഇത് മൻസൂഖാക്കിയിട്ട് പുതിയ നിയമം വരും. അതൊറ്റ നിലയിലേക്ക് ഒതുങ്ങി. എന്തുകൊണ്ട്? അത് വിവാഹിതരാണെങ്കിൽ എറിയുക, അല്ലെങ്കിലോ 100 അടി. അതിൻ്റെ അപ്പുറം മറിച്ച് ചിന്തിക്കാനൊന്നുമില്ല. അതാ ഫഹബിസൂഹുന്ന ഫീഹാ, ഫംസികൂഹുന്ന ഫിൽ ബുയൂത്തിൻ്റെ മൈനെന്താ? ഫഹബിസൂഹുന്ന ഫീഹാ, വീട്ടിൽ തടവ് പാർപ്പിക്കുക, വീട്ടു തടങ്കൽ എന്ന് പറയാം. വജഅലുഹാ സിജ്നൻ അലൈഹിന്ന, അവർക്ക് എതിരായിട്ട് എന്താക്കണം? ഒരു ജയില് അവിടെ ഉണ്ടാക്കി വെക്കുക. ഒരു തീരുമാനം പറഞ്ഞില്ലേ? എത്ര വരെ? ഹത്താ യതവഫാഹുന്നൽ മൗത്ത്, മൗത്ത് അവർ മരിപ്പിക്കുന്നത് വരെ. അപ്പം മരിക്കോളം വീട്ടു തടങ്കലിൽ നിന്ന്. അതാ അപ്പൊ യഖുദുഹുന്നൽ മൗത്തു, മൗത്ത് അവരെ പൊടിയും. അതായത് മൗത്താണോ മരിപ്പിക്കുന്നത്? മൗത്ത് വരത്തല്ലേ മരിപ്പിക്കല്. അള്ളാഹുവാണ് മരിപ്പിക്കാന്നും മലക്കുൽ മൗത്താ മരിപ്പിക്കാന്നും നമ്മൾ ഇപ്പം രാവിലെ അരമണിക്കൂർ മുമ്പ് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ? തവഫാന്റെ ഫായില് മൗത്താക്കി. അപ്പൊ മൗത്തോറെ മരിപ്പിക്കാന്ന് മരിക്കൽ തന്നെ. വസ്തൗഫിയ അർവാഹുന്ന, അവിടെ അർവാഹിന് എന്താക്കാം? അവധി പൂർത്തിയാക്കി കൊണ്ടപ്പം ചുരുക്കത്തിൽ ഹത്തൽ മൗത്ത് വരെ ജയിലിൽ പാർപ്പിക്കുക എന്നാണ് ഒരു ശിക്ഷ പറഞ്ഞത്. ആജീവനാണ്. അല്ലെങ്കിലോ അല്ലാഹു ലഹുന്ന സബീല, അല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് ഒരു സബീൽ ഉണ്ടാകട്ടെ, ഒരു ഹുക്ം ഇറക്കട്ടെ. കേട്ടോ? ആയി തരീഖൻ യഖ്റുജുന ബിഹി മിനൽ ഹബ്സ്, ജയിലിൽ നിന്ന് അവർ അത് മുഖേന എന്താക്കും? പുറത്തിറങ്ങും. അതിനുള്ള തരീഖ് അല്ലാഹു ഉണ്ടാക്കട്ടെ അവിടെ വെച്ച്. ഇത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുള്ള ശിക്ഷയാണ്. ഇനി ഇതിപ്പം നിസായിൽ നിന്ന്, സൗജാത്തിൽ നിന്ന് ഫാഹിഷത്ത് ചെയ്താക്കളുടെ ശിക്ഷയാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഇനി വല്ലദാനി എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാർ ഇപ്പം പറഞ്ഞു വരുന്നു. തസ്നിയത്തു അല്ലദീ, അല്ലദീനെ തസ്നിയ അല്ലദാനി. യഅ്തിയാനിഹ എന്ന് പറഞ്ഞാൽ ആ ഫാഹിഷത്തിന് അവർ കൊണ്ടുവന്നു. ഇപ്പം പെണ്ണുങ്ങളെ ഹുക്കമേ പറഞ്ഞിട്ടുള്ളൂ. മീൻകും, നിങ്ങളിൽ നിന്ന്. അതല്ലാണ് ഹുമസ്സാനി വസ്സാനിയ. അപ്പം ഒരു സാനി ഉണ്ടാകും, ഒരു സാനിയത്തും ഉണ്ടാകും. അപ്പം 2 ആളുണ്ടാകുമ്പോൾ ഈ പുരുഷന്മാരെ തമ്മിൽ തന്നെ കൊണ്ടാന്ന് മൗസൂലാക്കിച്ച്. വല്ലദാനി എന്നൊരു 2 ആണുങ്ങളെന്നല്ലേ അർത്ഥം. അവിടെ സംഗതിയിൽ സാനിയും സാനിയത്തും ഉണ്ട്. അതെന്താക്കിയത്? തരീഖ് തഗ്ലീബ്, പുരുഷന്മാരുടെ ഭാഗത്തിന്റെ മുൻഗണന കൊടുത്തിട്ട് പറഞ്ഞത്. അത് ഒരു തഫ്സീറാണ്. എന്താ ഇത് നേരത്തെ പറഞ്ഞത്? നിസായിന്റെ മാത്രമല്ല ഹുക്കം പറഞ്ഞിട്ടുള്ളൂ. അതിലാണുങ്ങളെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. കാല സുദ്ദി പറയുന്ന വരീദ ബിഹിമൽ ബിക്റാനി മിൻഹുമാ, അവർ നിന്നുള്ള 2 ആളും ബിക്റായതാണ് ഈ പറഞ്ഞു വരുന്നത്. ബിക്കറിന്റെ ശിക്ഷ വേറെയാണ്, വിവാഹിതരുടെ ശിക്ഷ വേറെയാണ്. ബിക്കറിന് 100 അടിയാണെങ്കിൽ മറ്റവർക്ക് എറിഞ്ഞ് കൊല്ലലാക്കും. അപ്പം ബിക്കറാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ? കമാ യുംബി അൻഹു കൗനു ഉഖൂബത്തിഹിമ അഖഫ, അവർക്ക് ലഘുവായ ശിക്ഷയെ കൊടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കാം. മിനൽ ഹബ്സിൽ മുഖല്ലദി, കാലകാലമുള്ള ഹബ്സാണ്. പെണ്ണുങ്ങൾക്ക് അപ്പുറം പറഞ്ഞതിനാക്കാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഫബിദാലിക യന്തഫിഉ തക്റാർ, അപ്പൊ തക്റാർ തീർന്നു. ഇത് നജീബ് ചോദിച്ചില്ലേ വല്ലദാനി, അതിൽ ഒരു പെണ്ണുങ്ങളുണ്ടായിട്ടില്ലേ? അപ്പൊ തക്റാറില്ല.
അപ്പോൾ അവിടൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? ആദൂഹുമാ എന്ന് പറഞ്ഞാൽ അവർ നല്ലോണം എന്താക്കുക, കലമ്പുക. നമ്മളിങ്ങോട്ട് പറഞ്ഞാൽ വബ്ബിഹൂഹുമാ വറമ്മുഹുമാ, അവരെ കുറ്റപ്പെടുത്തുക. അപ്പോൾ കൂലൂലഹുമ, അവരോട് പറയുക അമാ ഇസ്തഹിയൈതുമ, എന്താണ് നാണയില്ലേ, അമാ ഹിഫ്തുമല്ല, അള്ളാഹെ പേടിച്ചിരുന്നില്ലേ എന്നല്ല പറയാം. എപ്പോൾ ഇവിടെ സാക്ഷി വന്നില്ലേ, അത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് കിട്ടും. 4 ആളെ സാക്ഷിക്ക് ക്ഷണിച്ചിട്ട് അവരെ സാക്ഷി നിന്നാലാണ് ശിക്ഷ വരിക. നേരത്തെ പറഞ്ഞതിൽ നിന്നെന്താക്കൂ, ഇവിടെയും 4 സാക്ഷിനെ കൊണ്ടുവരണം, എന്നിട്ട് സുബൂത്താകണം എന്ന് വരും. അതെന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. മനുഷ്യന്മാരെ കുറച്ച് ബുദ്ധിയെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താകണം, അത് ആരെങ്കിലും വേറെ സുബൂത്തിന് മുമ്പ് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടോ ഫഇൻ താബ, അവർ 2 ആളും തൗബ ചെയ്ത് അമ്മാ ഫഅല മിനൽ ഫാഹിഷത്തിൽ നിന്ന് ചെയ്തതിനെ തൊട്ട് തൗബ ചെയ്തു. പിന്നെ ബി സബബി മാ ലഖിയ മിൻ സവാദിൽ തൗബീഹ്, തൗബീഹ് കൊണ്ടെന്താക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ട് അതിന് കാരണത്താൽ തൗബയിലേക്ക് മടങ്ങി. എന്നിട്ടോ അസ്ലഹ, അവിടുന്ന് അങ്ങോട്ട് എന്താക്കി, അവർ നന്നാക്കി എന്നാണല്ലേ. എന്തിനാ മഫൂൽ ഇവിടെ? അസ്ലഹ എന്ന് പറഞ്ഞാൽ സലഹ എന്ന് പറഞ്ഞാൽ നന്നായി, അസ്ലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കി എന്നല്ലേ ഉള്ളത്. അപ്പൊ മുത്താദ്യാവൂലേ, മുത്താദ്യ മഫ്ഊൽ വേണം. അത് അലി അമലിഹിമാ, ഒരു അമലിനെ നന്നാക്കി. വഗയ്യറൽ ഹാല, അവർ അവസ്ഥകളൊക്കെ എല്ലാം നന്നായിട്ട് എന്താക്കി, തഗയ്യറായി. എന്നാ ഫഅരിദു അൻഹുമ, ഇനി നിങ്ങളെന്താക്കണോ, വെറുതെ വിട്ടേക്കണം. അതിനങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ബിഖതിഇൽ അദിയ്യത്തി, അദിയ്യത്ത് ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ ആദൂഹമ വിട്ട്. അതുകൊണ്ട് ഫഇന്ന തൗബത വൽ ഇസ്ലാഹ മിമ്മാ യംനഉ ഇസ്തിഹ്ഖാഖ ദമ്മി വൽ ഇഖാബ്, തൗബയും ഇസ്ലാഹ് എന്നുള്ളതും അതല്ലേ. ഫൈൻ താബ ഫൈന തൗബത വഅസ്ലഹ വൽ ഇസ്ലാഹ മിമ്മാ യംനഉ ഇസ്തിഹ്ഖാഖ ദമ്മി വൽ ഇഖാബ്, ദമ്മും ഇഖാബും അവകാശപ്പെടലിനത്തെ തടയുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. അപ്പോൾ 2 കൂട്ടരെ ശിക്ഷ വ്യത്യസ്തമായിട്ട് പറഞ്ഞത്. തവ്വാബൻ എന്ന് പറഞ്ഞാൽ ഫഅാലു വസനല്ലേ, ഐ മുബാരിഗൻ ഫീ ഖബൂലി തൗബ, തൗബ എത്ര തൗബ വരുന്നോ അത്ര എല്ലാം കബൂൽ വരും. അതിനെ തവ്വാബ് എന്ന് പേര് പറഞ്ഞത്. റഹീമാണ്, വാസിഉർ റഹ്മത്താണ്. ഇനി അതിൻ്റെ വിശദീകരണം പറയുന്നത് ഇപ്പം ഇങ്ങനത്തെ ശിക്ഷാ നടപടി ഇപ്പം ഇല്ല. വഅലം അന്ന റജുല ഇദാ സനാ ബിംറഅത്തിൻ, ഒരു പുരുഷനും സ്ത്രീയും വഹുമാ മുഹ്സനാനി, അവർ മുഹ്സന് എന്ന് പറഞ്ഞാൽ വിവാഹിതരാണ്. അപ്പോൾ ആദ്യം നോക്കേണ്ട വിവാഹമാണോ അല്ലയോ. അതിന് മുമ്പായിട്ട് എന്ത് വേണം, സാക്ഷി കൊണ്ട് തെളിയണം. കണക്ക് വെച്ചിട്ട് സാക്ഷി കിട്ടിയെന്നൊന്നും പറഞ്ഞു കിട്ടില്ല. പിന്നെ പെണ്ണിന് ചെയ്താനുള്ളയിട്ട് അപ്പത്തെന്ന് പറയുന്ന അപ്പത്ത് വേറെ ചെയ്താൻ ഒരുപാടിന്ന് തുള്ളിയിട്ട് പറഞ്ഞാൽ അതൊന്നും സാക്ഷിയല്ല. എല്ലാം ബാധകം. സാക്ഷിക്ക് പറയപ്പെട്ട നിബന്ധന, അതായത് എന്താണ് പറയുക, ഷഹാദത്തിൻ്റെ അതിലുണ്ട്, റിവായത്തിൻ്റെ അതിലുണ്ട്. റിവായത്തിൻ്റെ അതിലെന്താ മതി, പെണ്ണും കായാലും മതി. ആയിഷ ബീവി റിവായത്തിനില്ലേ. ഷഹാദത്തിന് എന്ത് പറ്റൂല, പെണ്ണുങ്ങൾ പറ്റൂല. അല്ലെങ്കിൽ 2 കൂട്ടണം. അല്ല, അത് മുമ്പ് സാക്ഷിയെ പറ്റി പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. വഹ്മാന്ന് പറഞ്ഞാൽ റജുലും ഇമ്രാത്തും മുഹ്സനാനി വിവാഹിതരാണ്. എന്താ ഈ പറയുന്ന പഠിച്ചോനെ. ഫഹദ്ദുഹുമ, അവർക്ക് 2 കൊടുക്കേണ്ട ഹദ് റജമു, റജമാണ്. ലാ ഗൈറു, വേറൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഇവിടെ നടക്കുന്നത് ഇത് മൻസൂഖായി. വൈൻകാന ഗൈറു മുഹ്സനീൻ, 2 ആളും ഗൈറു മുഹ്സനാണെങ്കിൽ ഫഹദ്ദുഹുമൽ ജൽദു ലാ ഗൈറു, 2 കിട്ടുന്നത് അടിയാണ് അല്ലേ. ഒരാൾ മുഹ്സനും ഗൈറു ആണെങ്കിൽ, മുഹ്സനാണെങ്കിൽ അങ്ങനെ ഇവർക്ക് അങ്ങനെയില്ലെങ്കിൽ അപ്പോൾ ഒട്ടാകെ 3 നിയമമില്ലാത്ത പുറത്ത്. വൈൻകാന അഹദുഹുമാ മുഹ്സനൻ വല്ലാഖിറു ഗൈറു മുഹ്സൻ ആണെങ്കിലോ ഫഅലൽ മുഹ്സനി മിൻഹുമർ റജ്മു വഅലൽ ആഖിറിൽ ജിൽദ്. ആകെ 3. ഇപ്പം 2 ആളും മുഹ്സനാണോ, 2 ആളും പൊട്ടിടും. 2 ആളും ഗൈറു മുഹ്സനാണോ, അടിയും ആയിക്കോട്ടെ. അതും ഇതുമാണോ എന്നാൽ അത് എനിക്കങ്ങനെ ബീനിക്കിങ്ങനെ.
അതൊന്നും തെളിവല്ല. ക്യാമറ സ്വിച്ചിട്ട സാക്ഷി എല്ലാം ഡുവാക്കാന്നുണ്ട്. ഷറയിൽ പറഞ്ഞ സാക്ഷിയാണ് അത്. CCTV ഷറയിൽ പറഞ്ഞിട്ടില്ല. അത് സാഹചര്യ തെളിവിന് വേണമെങ്കിൽ ഒന്ന് എണ്ണെടുക്കാന്നല്ലാതെ കണ്ട് ഹുദൂദിലൊട്ടും പറ്റില്ല. പറ്റുമോ വിശ്വസിച്ചത്? അല്ലപ്പാ പ്രായപൂർത്തി വേണം, ബുദ്ധി വേണം, ആണെന്നാണ് ഈ സിഫത്ത് CCTVക്ക് ഉണ്ടാ. CCTVക്ക് എത്ര വയസ്സ്? ആ അത് മുഹസൻ എന്ന് പറഞ്ഞാൽ വിവാഹ ബന്ധത്തിൽ കൂടി അവർ നടന്നിട്ടുണ്ടെങ്കിലേ പറയുന്നേ. അല്ലാണ്ട് അപ്പത്തും കാലത്തും കഴിച്ച് ഇപ്പം സമൂസയിൽ നിന്നിട്ട് പോയാൽ മുഹസൻ ഇതായിട്ടില്ല. ആ എന്നിട്ടോ അവരത് യാതൊരു ടച്ച് ഉണ്ടായിട്ടില്ലേ? എന്തൊരു അതിശോപ്പ് ഇത്! ഇതൊന്നും പച്ചനെ പിള്ളേരെല്ലാം അപ്പുറത്തും കേൾക്കുന്നുണ്ട്. അത് ലേശം കുറക്ക്. അതായത് ആ പെണ്ണുങ്ങ വിവാഹം ചെയ്തിട്ട് ആ ഭർത്താവ് പോയിട്ട് കൂടീന ദുഹൂലുണ്ടായിന, മരിച്ചടുക്കട്ടെ, ഹയാത്തുള്ള ആകെ എടുക്കട്ടെ, ആ പെണ്ണുങ്ങൾ ദുഹൂലായിട്ടില്ല ആ ഭർത്താവ്. എന്നാ പിന്നെ എറിയുന്നു കുറേ കല്ല് പറഞ്ഞു. നമ്മളെല്ലാം നടക്കേണ്ടത് ഇത്. അതാ വാരല്ലാഹിൽ ഇപ്പം ഇതാണ് ഇപ്പം നിലവിലുള്ളത്. വൽ മുഹ്സന് എന്ന് പറഞ്ഞാൽ ഹുവ അൻയകൂന ആഖിലൻ ബാലിഗൻ മുസ്ലിമൻ ഹുർറൻ. അതാ പറയുന്നതാ. മുഹ്സന്റെ മാന പറയുന്നുണ്ട്. ആരാണ്? ആഖിലായിരിക്കണം, പൈതാന്തനായാൽ പറ്റൂല. ബാലിഗൻ മുസ്ലിമൻ ഹുർറൻ. 4 പറഞ്ഞില്ലേ? ദഖല ബിംറഅത്തിൻ ബാലിഗത്തിൻ, പിന്നെ ആഖിലത്തിൻ ഹുർറത്തിൻ മുസ്ലിമ. അതാ ഒരു പെണ്ണിനോട് ദുഖൂലുണ്ടായി. ബി നിക്കാഹിൻ സഹീഹായ നിക്കാഹ് കൊണ്ട്. മുഹ്സന്റെ സിഫത്തെല്ലാം പറഞ്ഞു വെച്ചു. അപ്പൊ ഈ തൊണ്ടി പെണ്ണുങ്ങൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറ. അപ്പൊ റജമു കാന മശ്റൂഅൻ. അപ്പൊ അവിടെ തന്നെ റജമ് ഫി തൗറാത്ത്, തൗറാത്തിൽ തന്നെ എന്താണ് സുബൂത്തായത്. ثم نسخ بآية الإيذاء من القرآن. പിന്നെ ഖുർആനിൽ ഈദാ പറഞ്ഞിട്ട് എന്താക്കി? മൻസൂഖാക്കിയതിനാ. എന്നിട്ടോ സുമ്മ സാറൽ ഹബ്സു മൻസൂഖൻ. പിന്നെയും ഹബ്സ് മൻസൂഖായി ബി ഹദീസ് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ട്. അപ്പം എന്താക്കും? ഖുർആനിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യലുണ്ട് എന്ന് ജമ്മലൊക്കെ പറഞ്ഞില്ലേ? നസ്ഖിന്റെ സംഘടനക്കാർക്കും നസ്ഖിന് അധികാരമില്ല. എന്നോട് ഒരാൾ പറഞ്ഞു 3 അക്ഷരം വരുന്ന സംഘടനക്ക് നസ്ഖിന്റെ അധികാരമുണ്ട്. രാമനാ സംഘടനയെ പറ്റിയും ഞങ്ങൾക്കറിയില്ല, ഖുർആനെ പറ്റിയും അറിയില്ല, ദീനിനെ പറ്റിയും അറിയില്ല, നസ്ഖ് എന്ന് വന്നതും അറിയില്ല. അതെ, മതിയായ ഫീലുണ്ട് അവസാനിക്കുന്ന ഒരു സംഘടനയാണ്. മുസ്ലിയാരാ പറയുന്നത്. അപ്പം എന്തുകൊണ്ട്? ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യും, ഹദീസിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യും, ഹദീസിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യും, ഖുർആനിന് എന്താക്കും? ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യും. അപ്പം എത്രയായി? ഖുർആൻ കൊണ്ട്, ഹദീസിനെ ഹദീസ് കൊണ്ട്, ഹദീസിനെ ഖുർആൻ കൊണ്ട്, ഖുർആൻ കൊണ്ട് അല്ല ഖുർആനിനെ ഹദീസ് കൊണ്ട്. അത് ഉബാദത്ത് ബിൻ സാമിത്ത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിക്റു ബിൽ ബിക്രി ജൽദു മിഅത്തിൻ. രണ്ടും ബിക്റാണെങ്കിൽ ജൽദു മിഅത്തിൻ 100 അടിയും തഗ്രീബു ആമിൻ 1 കൊല്ലം നാട് കടത്തലും എന്നുണ്ട് ഹദീസ്. വസ്സയ്യിബു ബിസ്സയ്യിബി ജൽദു മിഅത്തിൻ വറജമുൻ ബിൽ ഹിജാറ. കല്ലുണ്ടറി അഖ്റജഹു ശൈഖാനി വഅസ്ഹാബു സുനൻ വഅലൈഹി ഇസ്തഖറൽ ഹുക്മു. ഹുക്മ ഇന്നമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പം ഫൽ വാജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യതൂബ മിനസ് സിന. ഓരോ മുസ്ലിമിന് കടമയാണ് സിനത്തോട് തൗബ ചെയ്യണം. വയൻഹസ്സാനാസ അൻ ഹാലിക, അതിനെ തൊട്ട് തടയുകയും വേണം. അതുകൊണ്ട് ഫഇന്ന കുല്ല മൗളിൻ ലഹറ ഫീഹി സിന ഇബ്തലാഹുമുല്ലാഹു ബിത്താഊൻ വയസീദു ഫഖറഹും. അവിടെ റജ്മോടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫിഖ്ഹിൽ വലുതുണ്ടാകുമ്പോൾ ചെറുതുണ്ടാവില്ല എന്നല്ലേ സാധാരണ ഫിഖ്ഹിൽ പറയില്ലേ? ഏത്
വലുതുണ്ടായാൽ ചെറുതുണ്ടാവില്ല എന്നാണ് എവിടെ പറയലേ? ഫിഖിന് കാനൂന് പറയൂ. ആ, അതുകൊണ്ടല്ലേ ഹദീസ് കൊണ്ട് മാത്രം ഹുക്കുമ നമുക്ക് എടുക്കാൻ കഴിയില്ല, ഫുഖാഹിന്റെ സഹായം വേണമെന്ന് പറയുന്നത്. ഫുഖഹായിന് അതിൻ്റെതായ ഉസൂലൊക്കെ കൂട്ടിയിട്ടേ മസാല റെഡിമെയ്ഡ് ആക്കുള്ളൂ. ഒരു കയ്യിലെന്തല്ലോ ചേരുവ ചേർക്കാനുണ്ടാവും. മെയ്ന്തപ്പൊടി കണ്ടപാട് ബിസ്ക്കറ്റാക്കാൻ കഴിയുമപ്പ അതിനെന്തല്ലോ ചേർക്കാനില്ലേ? അപ്പം നമ്മ മുജ്തഹിദീങ്ങളല്ലാന്ന് വെക്ക്. മുജ്തഹിദീങ്ങളെ ഇബാറത്ത് വായിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്നും വെക്ക്. എന്താ പറയട്ടെ, എവിടെയെങ്കിലും ഇതിനെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ താഴവും കൊണ്ട് അല്ലാഹു തആല അവരെ പരീക്ഷിക്കും. താഴെന്ന് പറഞ്ഞാൽ അതിന് പല അഡ്രസ്സും പറഞ്ഞാൽ കൂട്ടമരണങ്ങൾ സംഭവിക്കുന്ന കൊറോണ എന്ന സാധനം ഉണ്ടെങ്കിൽ അതും അക്കൂട്ടത്തിൽപ്പെട്ടു. പിന്നെ അവർ ഫഖീർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി അയ്യുൽ ദംബി അഅ്ളമു ഇൻദല്ലാഹി എന്ന് ചോദിച്ചു. ഖാല അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് പങ്കുകാരനുണ്ടാക്കല. അപ്പൊ ശിർക്ക്. സുമ്മ അയ്യും ചോദിച്ചപ്പോൾ ഖാല അൻ തഖ്തുല വലദക ഖശിയത അൻ യഅ്കുല മഅക, നിന്റെ കൂടെ ഭക്ഷിക്കുമെന്ന് പേടിച്ചിട്ട് മക്കളെ കൊല്ലല്. പിന്നെ ഖുൽതു സുമ്മ അയ്യും ഇൻ മൂന്ന് ഖാല അൻ തസ്ന ബി ഹലീലത്തി ജാരിക്, നിന്റെ ജാലിൻ്റെ ജാറുണ്ടല്ലോ അയൽവാസി, അതിൻ്റെ ഹലീലത്തിനോട് സിനാ ചെയ്യില്ലാന്ന് പറഞ്ഞു. ഇനി വശദ്ദു സിന, സിനയിലേറ്റ് കടുപ്പം കൂടിയ അർറജുലുല്ലദി യുതല്ലിഖു ഇംറഅതഹു, പെണ്ണിനെ തലാക്ക് ചൊല്ലി എന്നിട്ടോ വഹുവ യുഖീമു മഅഹാ ബിൽ ഹറാം, എന്നിട്ട് ഹറാമായ ബന്ധം കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. ചില കൊമ്മട്ടിയിലാക്കി കൊടുക്കലുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോട്ടിപ്പാന്ന് പറഞ്ഞു. കൊമ്മട്ടി ഇടപെട്ടിട്ട് അതിന് മുലർക്ക് കൂട്ട് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണി നോക്കണം എന്ന് പറഞ്ഞു. പണിയും നോക്കണ്ട, പരിഹരിക്കാം. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്നിട്ടോ വലാ യുഖിറു ഇൻദന്നാസി മഖാഫത അൻ യഫ്തളിഹ, എന്നിട്ടോ ഇതിനോട് പെരിക്കാളാകുന്ന പേടിച്ച് എന്താക്കും, ജനങ്ങളോടൊന്നും പറയുകയും ചെയ്യില്ല. ജനങ്ങൾ എന്താ വിചാരിക്കല്, ഓർമ്മ അപ്പളയും മുടർന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ തലാക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഫകൈഫ ലാ യഖാഫു ഫളീഹത്തൽ ആഖിറ, ആഖിറത്തിന്റെ ഫളീഹത്ത് എന്താ പേടിക്കാത്തതെന്നാ ചോദ്യം. എപ്പോഴും യൗമ തുബ്ല സറായിർ, രഹസ്യമായ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തപ്പെടുന്ന അവസരം ഖിയാമത്ത് നാളിൽ. yani തൽഹറുൽ അസ്റാർ, ഇത് തുബ്ല സറായിറിന്റെ മാനിയാണ് തൽഹറുൽ അസ്റാർ. ഫഹദർ ഫളീഹത ദാലിക്കൽ യൗം, ആ ദിവസത്തിന്റെ ഫളീഹത്തിനെ പേടിക്കണം. വജ്തനിബി സിനാ വലാ തുസിറ അലൈഹി, അന്നമൽ നിലനിൽക്കാൻ പാടില്ല. ഫഇന്നഹു ലാ ത്വാഖത ലക അലാ അദാബില്ലാഹ് വതുബ ഇലല്ലാഹ് ഫഇന്നല്ലാഹ യഖ്ബലു തൗബത അൻ മിൻ ഇബാദിഹി ഇന്നല്ലാഹ കാന തവ്വാബർ റഹീം. അതായത്തിനെ പറ്റി മുബറവാന്ന് പറഞ്ഞതാണ്. അങ്ങനെ എത്ര കുടുംബത്തിൽ നടക്കുന്നുണ്ട്. നാളെ ഒത്തുക്കുന്നു പറഞ്ഞിട്ടില്ലേ, എനിക്ക് ദുഹൂലുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. നന്നായി ഇത് വേണ്ട, ദുഹൂലുണ്ടോ ഇല്ലയോ എന്ന് എന്നെ സാക്ഷി നിർത്താനോ മാറാക്ക് തെളിവുകൊണ്ടിരാൻ കഴിയില്ലല്ലോ. അവരവരെ വാക്കിൻ്റെ മുകളിലേറ്റും അതിന് ചില മസാല ഉണ്ട്. ഒരു പെണ്ണ് ഹൈലുണ്ട് എന്ന് വാദിച്ചാൽ എന്താക്കല്, വാക്കിനെ വിശ്വസിക്കാന്നല്ലാണ്ട് വേറെ തെളിവുണ്ടാന്ന് പറഞ്ഞാൽ മറ്റുള്ള അല്ലെങ്കിൽ പിന്നെ എതിര് തെളിവുകൊണ്ടിരാൻ കഴിയുമോ? എനിക്ക് നോമ്പാന്ന് പറഞ്ഞാൽ നിങ്ങൾ തെളിവ് പറഞ്ഞിട്ട് ആ വാക്കന്നെ. ചിലതുണ്ടാകും അവരവരെ തക്കുവൻ്റെ മുകളിൽ വിട്ടുകൊടുക്കുന്ന കേസുകൾ. അപ്പോൾ പെണ്ണെന്താക്കണോ, രണ്ടാമത് ഭാഗണോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര കൊല്ലത്തായിട്ട് ദുഹൂലുണ്ടായിട്ടില്ല എന്ന് ഒറ്റ ബാധിക്കല് ഉണ്ടായി. നിങ്ങൾ തിരിച്ചിട്ടെങ്കിൽ നിങ്ങൾ പറയാം, എന്നില്ലാത്തതിന് തെളിവും പോണ്ടല്ല നെഗറ്റീവ്. അങ്ങനെ പല തിരകടകളുണ്ട്. അവിടെ കഴിഞ്ഞത്ര കാതിയാകാണ്ടിരിക്കും. ആക്കിയാൽ തന്നെ എപ്പാന്ന് രക്ഷപ്പെടാമെങ്കിൽ അന്നേരം രക്ഷപ്പെടുകയും ചെയ്യാം.
ആരെ കണ്ടടാ ഖാദിസ്ഥാൻ ഒഴിവാക്കലേന്ന് എനിക്കെന്താ തലക്ക് ചൂടാന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ആരെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഞാനുണ്ട് ആരും പറയാത്ത മസാല ഇങ്ങനെ പറയുന്നത് ആരും പറയാത്തതുകൊണ്ട് ഒരാളെങ്കിലും പറയണ്ടേ അതിൻ്റെ ഉത്തരം അത് തന്നെ എല്ലാവരും പറയുന്നത് ഞമ്മ പറയണ്ടല്ലോ നല്ല പണി ഭൂമിയിൽ പൂള നട്ടോപ്പാ ഇനി നിൽക്കണ്ടെന്ന് കുറച്ച് ഖുർആൻ ഓതുക കുറച്ച് സലാത്ത് ചെല്ലുക കുറേ നിസ്കരിക്കുക പിന്നെ കിതാബ് നോക്കുക ആ ഇനി പോട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബ എന്ന് പറഞ്ഞപ്പോൾ തൗബ ആർക്ക് നൽകും എത്ര വരെ കൊടുക്കും എന്ന ആ തൗബിന്റെ മസാലയാണ് ഇനി പറയാമോ തൗബ എന്ന് പറഞ്ഞാൽ കള്ളാസ വായിക്കലല്ലേ അല്പം തന്നെ ഓർമ്മിച്ച് നോക്കണം അത് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ തിരുത്തിക്കഴിഞ്ഞു എന്താ ഉമ്രാജ് നോക്കുന്നത് തൗബ കള്ളാസ് എന്നുണ്ടൊരു കള്ളാസ് ഉണ്ട് എവിടാ പീടി കിട്ടുമോ എന്നിട്ട് അവിടെ തമ്പുരാനേന്നാക്കണം അത് കാക്കുമ്പോൾ എസലെല്ലാം പോണോ അത് നമുക്ക് ആക്കി തരുമോ ആ നോമ്പ് 25 പിന്നെന്താ മാപ്പിള മരിച്ചിട്ട് എന്താണ് ആ മാപ്പിള മരിച്ചാൽ തോപുണ്ട് അപ്പം ആർക്ക് വേണ്ടി തോപ മാപ്പിള മരിക്കൽ അത്ര വലിയ തെറ്റാ പിന്നെ അതിനൊരു അറിയുന്ന കീക്കലുണ്ട് കീക്കാനും വേണം ഇയാള് ആ പണ്ടൊരു പള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് തോപ എന്താ തോപ ചെയ്യുന്നു അവൻ അത്ര വലിയ ദോഷം ചെയ്തില്ല അപ്പം ബെർത്തക്കാരനല്ല മരുന്ന് കുടിക്കേണ്ടത് എന്തെല്ലോ കളിയാക്കി അപ്പം ഇസ്ലാമിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ എല്ലാ ഷറയിലും അല്ലാഹു തആല ഉണ്ടാക്കിയ ഒരു വകുപ്പാന്ന് തൗബ എന്ന് പറഞ്ഞ സാധനം അതിന് കുറേ അർക്കാനുകളും കുറേ ശുറൂത്തുകളും കുറേ നിബന്ധനകളൊക്കെ പാലിച്ച് ഉണ്ടാക്കേണ്ട വിഷയമാണ് മാത്രമല്ല സുലൂക്കിൻ്റെ അഹലുകാർക്ക് ആദ്യമായി തരണം ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കഥമാണ് ഉണ്ടല്ലോ അത് കീഴിൽ എന്താണ് ഇനി തൗബ ഉണ്ടല്ലേ തുടങ്ങി നീ അപ്പോൾ തൗബൻ്റെ മക്കാമ അവാരിഫിൽ മായഫിൽ നന്നായി ചൂട്ടി പേജുകളോളം ഒരു ബാബ് പറഞ്ഞതും സുലൂക്കിൻ്റെ അവല കഥമു തൗബ ഇഹയിലും അങ്ങനെ തന്നെ അപ്പോൾ ഈ കള്ളാസ് വായിക്കില്ല തൗബ അത്രയും നിസ്സാരവൽക്കരിക്കാനുള്ളത് ആ സാധനം إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب അല്ലാഹു തആല തൗബ നൽകാമെന്ന് നീട്ടില്ല അതാണ് അലല്ലാഹി അല എന്ന് പറഞ്ഞ ഒരു ബാധ്യതയെ സൂചിപ്പിക്കുന്ന കലിമത്താണ് അല്ലാഹു വലാ ഹഖ അലൈക ലിമഖ്ലൂഖ് ഒരു മഖ്ലൂഖിന് ഒന്നും അധിഷ്ഠനല്ല അല്ലാഹു കൊടുക്കുന്നതെല്ലാം ഫളല് അവനെ ഇല്ലായ്മയെന്ന് ഉണ്ടാക്കിയതും ഫളല് ഇതാണ് അഹ്ലുസുന്നത്ത് ഒരു സൃഷ്ടിക്കണമെന്ന് അല്ലാഹു വജൂബുണ്ടാ അഖലിയായ വജൂബില്ല അഖീദയിലുണ്ടല്ലേ അഖലിയായ വജൂബിനെ പറ്റിയാണ് ശർഈയ വജൂബ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ മുകളിൽ വേറെ ശറഅ വരണ്ടേ വജൂബ് 2 ജാതിയുണ്ട് അഖലിയായ വജൂബുണ്ട് ശർഈയ വജൂബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇബാദിനോട് തലബുൻ ജാസിമായിട്ട് തേടിയ ആ കർമ്മക്കാണെന്ന് പറയില്ലേ ശർഈയ വജൂബ് അള്ളാഹുടെ മേലെ ശർഈയ വജൂബ് ഉണ്ടെങ്കിൽ വേറൊരു അള്ളാഹ് എന്താക്കണം ശർഅ കൊണ്ടുവരണം എന്നിട്ടോ അള്ളാഹിനോട് തലബുൻ ജാസിമ അപ്പം അള്ളാഹ് അടിഞ്ഞായി മറ്റേ അള്ളാൻ്റെ അപ്പം ശർഈയ വജൂബ് ഉണ്ടാവില്ല അമ്പിയാക്കൾക്ക് എന്തുണ്ട് അഖലിയ വജൂബ് ഉണ്ടാവും ശർഈയ വജൂബ് ഉണ്ടാവും അഖലിയ വജൂബിൽ തബ്ലീഗ് എണ്ണും എന്തല്ലോ സിദ്ഖ് അമാനത്ത് ഫതാനത്ത് തബ്ലീഗ് എന്നുവെച്ചാൽ അമ്പിയാക്കൾക്ക് അവരുടെ അഹ്കാമുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഉണ്ടായേ പറ്റൂന്ന് അല്ലെങ്കിൽ ഓറന്തിനെ അയച്ചതിലൂടെ പണിയില്ലാണ്ടിരിക്കാനാണ് നഖലിയ വജൂബ് ഉണ്ടാവും യാ അയ്യുഹർ റസൂൽ ബല്ലഗ് മാ ഉൻസില ഇലൈക തങ്ങൾക്കൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്തായി അവർ അബുദായതുകൊണ്ട് ആ റബ്ബിൻ്റെ കൽപ്പനക്ക് എന്തുണ്ട് ശർഈയായ വജൂബും ഉണ്ട് ഇപ്പം ചെയ്യുന്നുണ്ടാ അപ്പം അല്ലാഹു തആലക്ക് ശർഈയ വജൂബ് എന്തില്ല ബാധിക്കേ ചെയ്യൂല പിന്നെ അഖലിയാണ് അല്ലാഹു തആല ഒറ്റ കയാറി പടക്കുന്നില്ലെന്ന് വെക്കാം അങ്ങനെ വജൂബുണ്ടാ ഒന്നുമില്ല ഒരാളെ പടച്ചു എനിക്ക് വനങ്ങനെ പോറ്റലും എനിക്ക് ഇവിടുന്ന് കൊടുക്കലൊക്കെ അസലഹും എന്തല്ല ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് മറ്റത്തിലേക്കളെ പറഞ്ഞ മാതിരി ഞമ്മൻ പറയൂല
വലാ ഹഖ അലൈക ലി മഖ്ലൂഖ്, ഓരോ മഖ്ലൂഖിനും അള്ളാഹു ബാധ്യസ്ഥനല്ല. എല്ലാം ഫളി, ഇല്ലായ്മയെന്ന് ഉണ്ടാക്കിയിട്ട് ഫളി, ഉണ്ടാക്കിയിട്ട് അവനിക്ക് എന്താക്കുക കുറേ അനുഗ്രഹങ്ങളും തഫ്ദീലും കൊടുത്തും അതും ഫളി, അവകാശപ്പെടാനൊന്നുമില്ല. എന്താ സാലിം നോക്കുന്നു? വലാ ഹഖ അലൈക ലി മഖ്ലൂഖ്, ഒരു മഖ്ലൂഖിനോട് അള്ളാഹ് കടപ്പെട്ടിട്ടില്ല എന്നാണ്. മുഅ്തസിലികൾ പറയാൻ എന്താക്കും? കടമപ്പെട്ടിട്ടുണ്ടെന്നാണ്. അസ്ലഹ് എല്ലാവരും നബിയാക്കണമെന്ന് വരും. രണ്ട് സംഗതിയിൽ ഏറ്റവും മുന്തിയതല്ലേ അതിൻ്റെ അസ്ലഹ്. അപ്പോൾ ഒരു മനുഷ്യനായിട്ട് പടക്കുമ്പോൾ എന്താക്കണോ? എല്ലാവർക്കും എന്താ സലാഹ് പഠിച്ചു. പക്ഷെ അത് അസ്ലഹാകണമെങ്കിൽ എന്തോണോ? ആലിമാക്കിയാൽ അസ്ലഹാകുമോ? അതിനൊക്കെ വേറൊന്നില്ലേ? അപ്പം എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദവിയിലേക്ക് ഉയർത്തണമെന്ന് ഈ അർത്ഥം കിട്ടുക. അസ്ലഹിൻ്റെ അറ്റം അവിടെയാണെന്നില്ല. അങ്ങനെ ഉണ്ടാവുന്നു. എല്ലാവരെയും പണക്കാരാക്കണം. കാരണം ഫഖീറാക്കുക പിന്നെ പണക്കാരനാക്കുക എന്ന് പറഞ്ഞത് എന്താണ്? ചേർത്ത് നോക്കിയാൽ പണക്കാരനാക്കൽ അസ്ലഹാണ്. അപ്പം എല്ലാവരെയും പണക്കാരനാക്കണം. പക്ഷെ അള്ളാഹു പറഞ്ഞു അള്ളാഹു ഫളല ബഅദക്കും അലാ ബഅദിൻ ഫി റിസ്ഖി, റിസ്ഖിൻ്റെ വിഷയത്തിൽ അള്ളാഹുവാണ് തഫ്ദീലാക്കിയത്. ഫമല്ലദീന ഫളിലൂ ബിറാദ്ദി റിസ്ഖിഹിം, ഈ തഫ്ദീലാക്കപ്പെട്ട പണക്കാരനെ മറ്റോനെ പണക്കാരനാക്കാൻ കഴിയില്ല, അത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ്. ഇതോ ബിറാദ്ദി റിസ്ഖിഹിം അലാ മാ മലക്കത്ത് അയ്മാനുഹും ഫഹും ഫീഹി സവാ, ഇതിൽ രണ്ട് സമ്മാകുക അതാവൂല എന്നാണ്. അപ്പം അള്ളാഹിൻ്റെ ഒരു പ്രകൃതി നിയമത്തിനെ അട്ടിമറിക്കാൻ കഴിഞ്ഞാൽ ഇവൻ പരാജയപ്പെടാന്നല്ലാതെ ഇങ്ങനെ കുറേ പോയത്തക്കാർ പറയും. അപ്പം നമ്മളെ ഉസൂലാണ് ശരിയായ ഉസൂല്. അള്ളാഹുത്തിന്റെ ബാധ്യത ഏറ്റെടുത്തിട്ട് സ്വയം ഏറ്റെന്ന് കതബ അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങൾക്ക് റഹ്മത്ത് തരാൻ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു കരീമായ അർത്ഥം വാക്ക് പാലിക്കലാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ചെയ്തേരാന്ന് പറഞ്ഞാൽ അത് അതല്ലല്ലോ ഹക്ക്. അതിന് ശമ്പളമോ പൈസ ഒന്നൊന്നും വാങ്ങാതെ കണ്ട് ചില സംഗതി ഏറ്റെടുത്ത് അത് നിർവഹിച്ചു കൊടുക്കുന്നില്ലേ? ഞാൻ എൻ്റെ മേലും ഞാൻ സ്വന്തം ഏറ്റെടുത്ത് തരാം. അപ്പൊ ഇന്നമ തൗബത്തു അലല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ മേലിൽ ബാധ്യത പോലെ തോന്നിക്കുന്നില്ലേ? അവിടെ നമ്മളെ ചർച്ച മാറിയത്. ആ തൗബ ഇന്നമിട്ടിട്ടാ പറഞ്ഞത്. ഇന്നമിട്ടെന്താക്കും? അതിൻ്റെ അപ്പുറത്തെ മുബ്തദാനെ പിടിച്ചിട്ട് ഖബറിലേക്ക് ഹസ്റാക്കും. ഏതാ മുബ്തദ? ആ തൗബത്തു ലില്ലദീന ശേഷം പറയുന്നതാണ് അതിൻ്റെ ഖബർ. അപ്പം മുബ്തദാനെ എന്താക്കും? ഖബറിൽ ഹസ്റാക്കുമ്പോൾ താഴെ പറയുന്ന കൂട്ടർക്ക് മാത്രമേ അള്ളാഹ് ഏറ്റിട്ടുള്ളൂ എന്നായി. എന്താ മനസ്സിലാക്കുന്ന വിളിക്കണേ? എല്ലാവർക്കും തോപ നൽകിയേക്കാൻ ഞാൻ ഏറ്റിട്ടില്ല. ചില നിബന്ധന വെക്കണം. അതാ ഇന്ന കബൂല തൗബത്തി കൽ മഹത്തൂമി അലല്ലാഹി, മഹത്തൂമ് പോലെ എന്നാ പറഞ്ഞു. മഹത്തൂമല്ല യഥാർത്ഥത്തിൽ മഹത്തൂമ് പോലെ. അതാണ് ഞാൻ അഖീദന്റെ ഉസൂലോട് കൂടി പറഞ്ഞത്. അഖീദയും പഠിക്കണം, അഖീദന്റെ ഉസൂലും പഠിക്കണം. അവൻ വഅദ ചെയ്തതിനനുസരിച്ചിട്ട്. അപ്പൊ അള്ളാഹ്ക്കില്ല നമ്മളെ പറഞ്ഞ അഖലിയ ഉജൂബും ഇല്ല, ശറയ്യ ഉജൂബ് മഹാലും. ശറയ്യ ഉജൂബ് മഹാലാകുന്നതിന് കള്ളി മനസ്സിലായ? അപ്പൊ അള്ളാഹിന്റെ മോളിൽ വേറൊരു ഷാരിയ ഉണ്ടാകണം, വേറൊരു അള്ള വരണം. അപ്പൊ ഈ ഉജൂബിന്റെ ഇനം തിരിക്കാതെ കണ്ടെന്താക്കുമോ? അരമലൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുമോ? അഖലിയായ വുജൂബ് അഖീദയിൽ എണ്ണുന്ന വുജൂബ് സിദ്ഖ് വാജിബായ സിഫത്ത് മുസ്തഹിദ സിഫത്ത് എന്ന് പറഞ്ഞാൽ അഖലിയാണ്. ഫിഖ്ഹിൽ എണ്ണുന്ന വാജിബ് ഇതും പറയും ഹറാം എന്ന് എണ്ണുന്നതോ ശറഈയാണ്. ചിലപ്പം ചില സൂറത്തിൽ രണ്ടും ഒന്നിച്ചു വരും, ചിലതിൽ ഒന്നിച്ചു വരൂല. ലില്ലദീന ഒരു കൂട്ടർക്ക്, അതാണ് ഖബർ. അല്ല യഅമലൂന സൂഅ, അവർ ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്ത്, അൽ മഅസിയ, ആ മഅസിയത്തിൽ നിന്നുണ്ട് സഗീറത്തൻ കാനത്ത് ഔ കബീറത്തൻ, വങ്കുറ്റവും പെട്ടിട്ടുണ്ട്, ചെറുകുറ്റവും പെട്ടിട്ടുണ്ട്. ബി ജഹാലത്തിൻ, ജഹാലത്ത് കാരണത്താൽ എന്ന്. അപ്പം ബോധം എന്ത് ചെയ്താലോ എന്നാ പിന്നെ ചോദ്യം ഉണ്ടായില്ലേ?
ഒരു മോമിനായ മനുഷ്യനാണെങ്കിൽ അള്ളാഹിനെ എതിർക്കണം എന്ന് വിചാരിച്ചിട്ട് അതുണ്ടാകും മത്സരിച്ചിട്ട് ജഹാലത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള വാക്യത്തിനനുസരിച്ച് വന്ന മഫഹൂം ഉണ്ടാവില്ല. അല്ല യഅമലൂന മുതബിസിന ബിഹാ ഐ ജാഹിലീന സുഫഹാ ബിജഹാലത്തല്ലേ. അപ്പം ഒരു ദമ്പിനെ പ്രവർത്തിക്കുക എന്നുള്ളത് ജഹിലാണ്, അവൻ അതിലേക്ക് ക്ഷണിച്ചു വരുന്നത്. അപ്പം പ്രവർത്തിക്കുമ്പോൾ ജഹിലുണ്ടോ? എനിക്ക് ബോധപൂർവ്വം ഞാൻ അള്ളാഹിനെ എതിർക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആരും ദോഷം ചെയ്യാൻ ഒരുങ്ങൂല. വലിദാലിക ഖീല മൻ നസല്ലാഹ ഫഹുവ ജാഹിലുൻ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആലക്ക് മഅസിയത്ത് ചെയ്യുന്നവനൊക്കെ ജാഹിലാണ്. ഹത്താ യൻസിഅ മിൻ ജഹാലതിഹി, അവന്റെ ജഹാലത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെയും ജാഹിലാണ്. ഓനിക്കോ ഇൽമ് വന്ന് ജഹല് മോചിതൻ അല്ലാഹ് ചെയ്ത് അബദ്ധായല്ലോ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ തൗബയിലേക്ക് മടങ്ങും. അപ്പം ബിജഹാലത്തിൻ എന്നുള്ളത് സാധാരണ നിലപാടായതിൻ്റെ പിന്നെ എന്തില്ല മഫ്ഹൂം എടുക്കൂല. അപ്പം വലൈസത്ത് ഹാദിഹി ജഹാലത്ത് അതിമിൽ ഇൽമി, ഇവനിക്ക് ഇൽമേ ഇല്ല എന്ന അർത്ഥത്തിനല്ല, ആ വിഷയത്തിൻ്റെ കാര്യഗൗരവവും ഇത് എത്രമാത്രം ഇതാണ്, എത്രമാത്രം നന്ദി കേട്ടാണെന്ന് അംബിഷ അറിയാത്തത്. അല്ലാണ്ട് ഇവന് അൽഫിയ 1000 പേത്തും കാണാൻ പാടാക്കി അതെല്ലാം മറന്നുപോയി എന്നല്ല ഇതിൻ്റെ വേന അതില്ല. പക്ഷെ ലാകിന്നഹ തഗാഫുലു വത്തജാഹുലു, തൽക്കാലം എന്താണ് ഒരു ഗഫലത്ത് സംഭവിക്കലും ഒരു ജഹാലത്ത് സംഭവിക്കലുമാണ് അവിടെ ഉണ്ടായിത്തീരുന്നത്. അപ്പം മറ്റുള്ള പഠിപ്പൊന്നും എനിക്കറിയില്ല, എനിക്ക് ഡ്രൈവിങ്ങും അറിയില്ല, കമ്പ്യൂട്ടറും അറിയില്ല, മൊബൈൽ വിളിക്കാനും അറിയില്ല എന്ന് ആ ജാതി ജഹാല. അതെ, അതാ പറയുന്നത് വതറുക്ക് തഫക്കുരി ഫിൽ ആഖിബ, ആഖിബത്തിന്റെ വിഷയത്തിൽ ഇവൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല, അതൊഴിവാക്കി കളഞ്ഞു. അതാണ് ആ ജഹാലത്ത്. അല്ല ഗായസിനി ഹീന യസിനി വഹുവ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ഹദീസിൽ ഗസാലി ഇമാം വ്യാഖ്യാനം കൊടുത്ത ഇസ്ലാമിനെ പുറത്തു എന്നാണോ? ആ വിഷയത്തിന്റെ കാര്യഗൗരവം അറിയാതെ കണ്ട് എന്തായി അതായതാണ്. അപ്പം ബിജഹാലത്തിന്റെ മേന മനസ്സിലായില്ലേ എന്നിട്ടോ? അപ്പം സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, അടുത്ത ഷർത്ത് എന്താണ്? ഖരീബായിട്ട് തൗബയും ചെയ്യണം. അത് നാളെ ചെയ്യാപ്പം മറ്റന്നാളെ ചെയ്യാപ്പം ഇനി നോമ്പിന് എത്ര 2 മാസമേ ഉള്ളൂ, നോമ്പിന് നമുക്ക് നാക്കാം. നോമ്പ് പറന്ന് ആദ്യത്തെ 10 അങ്ങനെ പോട്ടെ, രണ്ടാമത് അവസ്ഥാനമില്ല, എല്ലാം മൂന്നാമത്തെ 10 മൂന്നാമത്തെ 10 തുടങ്ങിയിട്ടില്ലല്ലോ. ആ ഒടൂലെ അങ്ങനെ എന്താക്കി സൗഫ ആക്കിയാലും എനിക്ക് തോമയില്ല. ഈ സൗഫക്കടെ അച്ഛൻ നാളെ ഇന്ന് പോകട്ടെ നാളെയാവട്ടെ എന്നുള്ളത് പറ്റില്ല. ഒരായത്തിലില്ലേ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, എന്നിട്ടോ വലം യുസിറൂ അലാ മാ ഫഅലൂ. അപ്പോൾ 1 മിനിറ്റ് ബന്ധിച്ചാൽ ഇസ്റാർ വന്നില്ലേ, അത് വേറൊരു ദോഷം. ആ വേറെ ദോഷത്തിന് തൗബ 2 വേണം. ഗസാലി ഇമാം യഹ്യ പറഞ്ഞതാ, ഒന്ന് ദോഷത്തിന്റെ തൗബ, മറ്റൊന്നോ നീട്ടിക്കൊണ്ടുപോയതിന്റെ തൗബ. ഇലക്ട്രിക് കാപ്പിച്ച് പൈസ കൊടുക്കും പോലെ, ഒന്ന് കറണ്ടിന്റെ പൈസ, ഒന്ന് ഡേറ്റ് തെറ്റിയതിന്റെ പൈസ, ഫാനൽറ്റി. അപ്പൊ മിൻ ഖരീബിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിൻ സമാനിൻ ഖരീബിൻ, ഖരീബായ സമാനി. ബഹുവ മാ ഖബല ഹളൂറിൽ മൗത്ത്, മൗത്ത് ഹളറാന് മുമ്പായിരിക്കണം. എന്തിനാണ്? റൂഹ് തൊണ്ടക്കൂലെത്തിയ തൗബ സ്വീകാര്യമെല്ലാം വാതിലടച്ചു എന്ന് അപ്പുറം ആയത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വ്യക്തിപരമായ അടക്കലാണ് റൂഹ് തൊണ്ടക്കോയിലെത്തല്, മൊത്തത്തിൽ അടക്കലാണ് ഏത്? സൂര്യൻ പടിഞ്ഞാറെന്നൊരിക്കല്. അത് മനസ്സിലായ? വസമ്മാഹു കരീബൻ. അപ്പോ ഈ മൗത്ത് ഹാളിറാന്നതിന് മുമ്പുള്ള സമയത്തിന് കരീബ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? അത് ലിഅന്ന അമദൽ ഹയാത്തി ദുന്യാ, ദുന്യാവിൻ്റെ ആകെയുള്ള ആവിഷ്കാരം ഉണ്ടല്ല, അത് കരീബുൻ, അത് കരീബാണ് എന്നാണ്. ഒട്ടാകെ കൂട്ടിയാലും ദീർഘകാലമൊന്നും ആയിട്ടില്ല. ഇവിടെ കടലിലേക്ക് ചേർത്ത തുള്ളിൻ്റെ സ്ഥാനത്താണ്. ആ അതെ. അപ്പം ഇങ്ങനീപിനെയും ചിലർ നീട്ടും, നല്ല ദിവസം നോക്കിയിട്ട് നമുക്ക് തൗബ ചെയ്യാൻ പറ്റിയ നല്ല സമയം ഇപ്പം വന്നു ചോദിച്ചു. അങ്ങനെ ഒരു സമയം ഉണ്ടാകും. എപ്പോഴാണോ ദോഷം ചെയ്ത് അപ്പം തന്നെ. അതെ,
ഈ നസ്കത്തല കിതായി നോക്കിയാൽ തൂറാൻ നല്ല സമയം, ബീത്താൻ നല്ല സമയം, എണ്ണ തേക്കാൻ നല്ല സമയം എന്നെല്ലാം കാണും. മത്താലയും നുജൂന്നിട്ട് ഒരു നാദിനില്ലാത്ത കിതാബുണ്ട്, അന്ന് 50 പൈസയെന്ന്. അതിനോടൊരാൾ പറഞ്ഞത് വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കണം, പള്ളിയിൽ നിൽക്കുമ്പോൾ എന്തെല്ലോ സഫാഹത്ത് പറയരുത്. ഞാൻ ചോദിച്ചു എന്താ സഫാത്ത്? വ്യാഴാഴ്ച സഫറും പണ്ടിങ്ങും പറഞ്ഞോടത്തില്ലേ രാമൻ ഇതല്ലേ ഖാന യുഹിബ്ബൻ യുഖ്റജ യൗമൽ ഖമീസ്, അതല്ല ആടെ വെക്കടാ. ഹദീസിന്റെ ഇസ്ലാഹി പ്രകാരം ഖാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ റിയാദുസ് സാലിഹിലെ തബൂക്കില്ലല്ലേ യുദ്ധം, 3 നാൾ പോകാണ്ടായിപ്പോ. ഖാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ ഖമീസ്. ഖാന എന്നുള്ളത് ഹദീസിൽ മിക്കവാറും ദവാമിനാ ഉപയോഗിക്കല്. അതായത് മറ്റുള്ള ദിവസം നന്ന കുടുങ്ങിപ്പോയിട്ടില്ലെങ്കിൽ എന്താക്കും, വ്യാഴാഴ്ച തന്നെ സെലക്ട് ചെയ്യും. അല്ലാടെ ബക്ക് മത്താലയും നുജു വാങ്ങണം പോലും. നോക്കുമ്പോൾ അതിൻ്റെ അടിയിലുണ്ട് തൂറാൻ നല്ല സമയം. ഞാൻ ചുണ്ണമാക്കി കുടിച്ചത് അർജൻ്റായാലോ, നിങ്ങൾ സമയം നോക്കി എനിക്ക് വേണ്ടി എൻ്റെ തുണിക്കകത്ത് തൂറാനാ, അതാണ് അവിടെ വെക്കേണ്ടി. ഞാൻ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇരുട്ടിന്നാ പറഞ്ഞു കൊടുത്തത്. പക്ഷേ തളിപ്പറമ്പിലേക്ക് അതിന് വാർത്ത എത്തി. ഒരാൾ വ്യാഴാഴ്ച സഫറുവാൻ വേണ്ടി പറഞ്ഞിട്ട് മലർക്ക വന്നിട്ടുണ്ട്. വലിയ കമ്മിറ്റിക്ക് എത്തി, യാത്ര പോകേണ്ട ദിവസം പോലും അറിയാത്ത ആളെ എഴുന്ന കൂട്ടിക്കൊണ്ടതിന് കോമട്ടിയും വന്ന്. അല്ല ഉസ്താദെ അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? അവൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടാ പറഞ്ഞു. സമാൽ തിർമതിയിലുണ്ട്, അതൊന്നും പറ്റില്ല. ലോകം എവിടത്തേക്കാ കൂപ്പൂത്തുന്നെന്ന് പറഞ്ഞാട്ടെന്ന്. ആ മത്തലോ സലാമ നോക്ക്, തൂറാൻ നല്ല സമയത്തെല്ലാം കാണുമോ? തവ്വാബൻ, 1000 വട്ടം ഉണ്ടായാലും 1000 വട്ടം തൗബ ഉണ്ടായി 1000 വട്ടം കബൂലാക്കും. ആദ്യത്തെ തൗബ 2ാമത്തെ ദിവസം കൊണ്ട് പൊടിയൂല. പരിഹാസമല്ല, അങ്ങനെയാണ് മുത്തനബി പറയണ. നിങ്ങൾ 1000 വട്ടം മടങ്ങിയാലും. അപ്പോൾ ഒരു പരിഹാസം നബി പറഞ്ഞു തരുമോ? തവ്വാബൻ, തായിബൻ എന്നല്ല അല്ലാഹു പറഞ്ഞു. തവ്വാബ് എന്ന് ഫഅാൽ വസന പ്രയോഗിച്ചു. ആദ്യത്തെ തൗബ എന്താക്കും, 2ാമത്തെ ദോഷം കൊണ്ട് പൊളിയൂല എന്ന് എല്ലാ കിതാബിലും ഉസൂലിൻ്റെയും ഫുറൂഇൻ്റെയും കിതാബിലുണ്ട്. അടുത്തല്ലേ നമ്മൾ ഹദീസുൽ ബൈയിൽ ഓതിയത്? ഞാൻ ചോദിക്കട്ടെ, ആദ്യം കുപ്പായി ഇങ്ങനെ തിരുമ്പിയാൽ 2ാമത് പൊടി മാറിയാൽ ആദ്യത്തെ തിരുമ്പലില്ലെന്ന അർത്ഥം? അത് സോപ്പ് വേറെ, വെള്ളം വേറെ, പോയ പൊടി വേറെ. ഇത് പൊടിയെ പൊടി പഴങ്ങി ഇനി തിരുമ്പിക്കൊള്ളണം. അല്ലെങ്കിൽ ഒറ്റ തോപ കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? മാക്സിമീങ്ങൾ പോലും തോപ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുതൽ ദോഷമായിരിക്കൂല അത്. അതെ, പോവില്ല, ബോധപൂർവം പോവില്ല. അപ്പൊ അത് തോബയായി. ഇങ്ങനെ ചെറിയ ഇല്ലാത്ത മസാല പറഞ്ഞിട്ട് തോബയിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുമ്പോൾ ഇബലീസ് അതിൽപ്പെട്ടത്. നീ എന്താടാ ഇപ്പം തോബ ചെയ്തിട്ട് കാണി, നീ അപ്പം നമുക്ക് ആക്ക തോബ ചെയ്യില്ലേ? നീ എന്നിപ്പം ചെയ്യുന്നത് നമുക്ക് എല്ലാം കൂടെ ഒപ്പം കൊമ്പാരം കൂട്ടിയിട്ട് എന്താക്കാം? അത് നാടിയും പറഞ്ഞുകൂടെ ഇത്. അപ്പൊ ഇവനെ തോബ നീട്ടി കൊണ്ടുപോകാനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു വിശ്വാസാന്തി സംഗതി. ഓരോ ലഹലയിൽ നമ്മുടെ റിയാദുസ് സാലിഹിൽ ഇപ്പോൾ ഹദീസ് ഓരോ ലഹലയിലും മടങ്ങിയാലും ശരി എന്ന് പറഞ്ഞു. ഇനി 2 ചെറുത്താ പറഞ്ഞത്. ദുന്യാവിന്റെ മതാഅ് വളരെ കലീലാണ് എന്ന് തങ്ങൾ എന്താക്കണം, പറഞ്ഞു കൊടുക്കണം. അപ്പൊ ദുന്യാവിന്റെ ഉംറ് വളരെ കലീലാണ്. അത് എളുപ്പത്തിൽ കഴിഞ്ഞ് ഓരോ നിമിഷം കഴിയുന്തോറും അലിഞ്ഞ് അങ്ങോട്ട് പോന്നു. ഈ ചിപ്സ് ഉണ്ടാകുന്നതിൻ്റെ വലിയ നീണ്ട കൈ ഉണ്ടാവും. ഇങ്ങനെ ആക്കുന്ന അവസാനം കഴിയുമ്പോൾ ആർക്കാൻ ബ്ലേഡ് കെട്ടുക. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ എന്തായി, കായ് മുറിഞ്ഞ താലുണ്ട് പൂള്. അപ്പൊ ഓരോ ശ്വാസോച്ഛ്വാസം കഴിക്കുന്നതോറും അമ്പതിങ്ങനെ തീർന്നു. അപ്പൊ അപ്പൊ ഒട്ടാക ഉംറാണ് ഏത് കൂട്ടിയത്? കലീല്. അപ്പൊ ഓരോ വ്യക്തികൾക്ക് അതിൽ ചെറിയ അംശങ്ങളാണ്. അപ്പൊ ഒരു ഫർദിന്റെ ഉംറിനെ പറ്റി എന്ത് ശതമാനമാണ് പറയേണ്ടതെന്നാണ് ചോദ്യം.
ഫർദ് കുല്ലു ശഖ്സ്. അത് ഇടയ്ക്ക് ഒരു മുഅ്തറമായ ജുംല കൂട്ടിയതാണ്. അതായത് കൂടുതൽ പിന്തിക്കാൻ പാടില്ല, കരീബൻ ആവണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തിയാണ്. ദുഞ്ഞാബ് കുറച്ചേ ഉള്ളൂ, നിങ്ങൾ 1000 കൊല്ലം കഴിഞ്ഞിട്ടാക്കാന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ മത്താഅ ദുഞ്ഞാ ഖലീൽ. ഇനി അതിൻ്റെ ബാക്കിയാണ് ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. ആ മേൽ പറയപ്പെട്ട കൂട്ടർ ആര്? സൂഇനെ ചെയ്ത് ജഹാലത്തിൽ ഉടനടിയായിട്ട് എന്താക്കി തൗബയും ചെയ്താൽ അല്ലാഹു തആല അവർക്ക് തൗബ നൽകും. യഖ്ബലു തൗബതഹും, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമാ. വകാന അല്ലാഹു അലീമൻ എന്ന ബിഖൽഖിഹി, പടപ്പുകളെ കൊണ്ട് യഅലമു ഇഖ്ലാസഹും ഫി തൗബ, തൗബയിലുള്ള ഇഖ്ലാസും അവർക്കറിയാം, അല്ലാഹു തആലക്ക് അറിയും. ഹകീമൻ ഫി സുൻഇഹി, അവൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഹകീമുമാണ്. ഈ ഹക്കീം എന്ന് പറഞ്ഞാൽ വൽ ഹക്കീമു ലാ യുആഖിബു തായിബ, ഹക്കീമായ ഒരുത്തനാണെങ്കിൽ തായിബിനെ ശിക്ഷിക്കൂലല്ലോ. തൗബ ചെയ്താൽ പിന്നെ അവൻ എന്തിനാ ശിക്ഷിക്കും ആൾ ചോദിച്ചാൽ ഹക്കീം അങ്ങനെ ചെയ്യൂല. ഫഅലൽ മുഅ്മിനി അൻ യതദാറക സല്ലത ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാർ. ഒരു മുഅ്മിനിന്റെ മേൽ കടമയാണ് സല്ലത്തിന് എന്താക്കണം? തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും പരിഹരിക്കണം. വൈസാരിഅ ഫി റുജൂഇ ഇലൽ മലിക്കിൽ ഗഫാറായ അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിൽ എത്രയും വേഗത്തിലായിരിക്കണം. قال النبي صلى الله عليه وسلم إن الله يقبل توبة عبده. അവൻ്റെ അബ്ദിൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. അപ്പം മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുയിൽ എത്താത്ത കാലത്തോളം. തീരില്ലല്ല, എപ്പോൾ എത്തുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഒരു ശ്വാസം കഴിച്ചു അല്ലെങ്കിൽ ഒരു ലഹല കഴിഞ്ഞാൽ അടുത്ത ലഹല ഉണ്ട് എന്ന് പറയാൻ ഉറപ്പില്ലായിരിക്കും. എന്താ അപ്പം ഉണ്ടല്ല, വേഗം മരിക്കും വേഗം മരിക്കൂല എന്നല്ല ഹിസാബിയായ കണക്കൂട്ടിയിട്ട് പറയുന്നു എന്നല്ല. തറ പൊന്തുന്നതിൻ്റെ ഇടക്ക് മാലിക്ക് മരിക്കുന്നാന്ന് കണക്കിക്കൊണ്ടു. ഞാൻ പറഞ്ഞ് മരിക്കാണ്ടിരിക്കാൻ പണിയുണ്ട്, തറ ഇപ്പൊന്നും പൊന്തിക്കണ്ട. എന്നിട്ടോ ഞാൻ പറഞ്ഞ് മരിക്കൂല എന്നാ ഞാൻ പറയുന്നു. തറയും കെട്ടി കുടിയലും കൂടി അതിനപ്പം വാടവും ബന്ധിച്ച് ആമക്കളും കെട്ടി പെമ്മക്കളും പാണ് മക്കളെ മക്കളും പാന്ന് അയാൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ശരിമാരിക്കിപ്പില്ലേ മെച്ച എത്ര കൊല്ലം? ഈ ഭക്തനെ കേട്ട് 47 കൊല്ലായി. പെരുന്നാൾ അതിനോടൊക്കെ ഇരിക്കില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞയച്ചി ഒന്ന് നിങ്ങൾ തറ കെട്ടുന്ന ഉള്ളിലല്ലേ, നമ്മ ഒരു കൊല്ലം കണ്ട് തറ കെട്ടുന്നു. അപ്പോൾ 1 കൊല്ലത്തെ ആയുസ് കിട്ടി. പോട്ടിപ്പാ ഇനി 1 കൊല്ലം കണ്ട് പിന്തിക്കും. അപ്പോൾ 2 കൊല്ലത്തെ ആയുസ് കിട്ടി. ഇനി ഒന്ന് മരിക്കും എന്ന് പറഞ്ഞതിൻ്റെ താരീഫ് എന്നാണ്. എപ്പെങ്കിലും മരിക്കും എന്നാണോ? അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടതില്ല. എല്ലാവരും മുഅയ്യനായ ദിവസം നിശ്ചയിക്കപ്പെട്ട ഡേറ്റിൽ മരിക്കും എന്നാണോ? അങ്ങനെയാണ്. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കാലും മുമ്പായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് കടവും മൂടി അല്ല ഇസ്തിഗ്ദാദുൽ ഇൽമോത്തി ഖബല നുസൂലിഹി പറഞ്ഞുതരാൻ കഴിയൂലേ? അല്ലെങ്കിൽ തല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് എന്താക്കണോ? പുറത്ത് പാള വെച്ച് കിട്ടിയിരിക്കും. ഇത്തരക്കാർക്ക് ചികിത്സ അതേ ഉള്ളൂ. ഈ പ്രവചനം പറഞ്ഞിട്ട് 47 കൊല്ലായി. അതാ 3 ദിവസം ആയുസുള്ളൂ എന്ന് പറയാം. എന്നാൽ പിന്നെ മരുന്ന് കൊണ്ടപ്പോന്ന് പറയും. കാരണം മരുന്ന് 10 ദിവസത്തേക്ക് വാങ്ങിയാൽ ഒരാഴ്ചൻ്റെ മരുന്ന് വെറുതെ ഇല്ലേ. എന്നിട്ടോ എത്ര കൊല്ലം ജീവിച്ചു ഇവിടെ? എട്ടാമതാട്ടം കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ തന്ന ഗുളിയാ മരിക്കാണ്ടിരിക്കാനാ? ഞാൻ ഫാർമസിയിൽ പോയി ചോദിച്ചു, ഈ ഗുളിയാ മരിക്കാണ്ടിരിക്കാനുള്ളതാണോ? ചുരുക്കത്തിൽ എന്താക്കിയതല്ലേ, ഓനെ പറഞ്ഞ് ഓനെ അന്ത്യാക്കി മാറ്റി. ഇപ്പൊ കുറേ ആള് അങ്ങനത്തെ ലാക്കട്ടെന്ന് പറഞ്ഞിട്ട് എന്താക്കി അല്ലയാക്കി മാറ്റി. അപ്പൊ ഓനിക്ക് അഹങ്കാരം കൂടി. അപ്പൊ മാലം ജുഖൈർ മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം മാലം തബ്ലഗു റൂഹുൽ ഹുൽഖൂം, അവൻ്റെ റൂഹ് തൊണ്ടക്കുയിലെത്താത്ത കാലത്തോളം എന്താണ്ട് തൗബക്ക് അവസരം ഉണ്ട് എന്ന്. പക്ഷെ എപ്പാ തൊണ്ടക്കുയിലെത്താന്ന് അവസരം കിട്ടിയിട്ടില്ലല്ലോ. അത്ര പേരുണ്ടല്ലേ? അത് ലഹല കഴിഞ്ഞിട്ട് എനിക്കൊന്നുണ്ടാകില്ല. ആ റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പോൾ
യുആയിനു മാ ലം യസീറു മാ യസീറു ഇലൈഹി, അവൻ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്നത് നേരിട്ട് കാണും. എപ്പം റഹ്മത്തിലേക്കാണോ പോകുന്നത്, ഔ ഹവാനിൻ, അല്ല ശിക്ഷാ നടപടിയിലേക്കാണോ പോകുന്നതെന്ന് അത് തെളിയും. അപ്പം വലായം തൗബത്തും വലാ ഈമാൻ, ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ തൗബയും സ്വീകാര്യമല്ല, ഈമാനും സ്വീകാര്യമല്ല. قال الله تعالى فلم يكن ينفعهم إيمانهم لما رأوا بأسنا. അത് ഈ ആയത്തിന്റെ ബാക്കിയല്ലേ, ആ പറഞ്ഞ കലാമിന് തെളിവുണ്ടെന്നത്. ഫലം യകുൻ യൻഫഉഹും ഈമാനുഹും, അവരുടെ ഈമാൻ അവർക്ക് ഉപകാരത്തിനെത്തൂല. ലമ്മ റഅൗ ബഅസനാ, നമ്മളെ മൗത്തിന് ശേഷം വരാൻ പോകുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് കണ്ടാൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്ത സ്റ്റഡി ലീവ് അവസാനിച്ചു. സാറേ ഞാൻ എന്താ ഉറക്കമായിട്ട് വെച്ചാ അതാന്ന് കുറച്ചും കൂടെ പഠിക്കാൻ, പഠിപ്പിൻ്റെ സമയം കഴിഞ്ഞ് പോകാൻ ഇപ്പോൾ ഉള്ളത് എഴുതുക, ഇമ്മാ പാസ് ഓ ഇമ്മാ ഫെയില്. വജബു അലൽ ഇൻസാനി, മനുഷ്യന്റെ മേലിൽ വാജിബാണ്, അൻ യതൂബ ഖബലൽ മുആജനതി വൽ ഗർഗറതി, എത്താൻ പോകുന്ന കേന്ദ്രം കാണൂലേ, ആ കണ്ണോണ്ട് ഇപ്പൊ പണ്ട് കാണാത്ത ഇപ്പം കാണുന്നു. ഫസറുക്കൽ യൗമ ഹദീദ് എന്നാ പറഞ്ഞു. ഇന്ന് നിന്റെ കാഴ്ചക്ക് വളരെ പവർ ഉണ്ട്. എന്തുകൊണ്ടാന്ന് ഇത്ര പവർ നേരത്തെ ഉണ്ടായിട്ടില്ല. നേരത്തെ മുമ്പിലുള്ള സാധനം ഇങ്ങനെ കാണലുണ്ടേ, ഇപ്പം കാണാത്തതിലേ കാണുന്നു. ഫസറുക്കൽ യൗമ ഹദീദ് വഹുവ മഅനാ ഖൗലിഹി തആല, ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലം യതൂബു സുമ്മ യതൂബൂന മിൻ ഖരീബ്. അപ്പുറം പറഞ്ഞില്ലേ, ഗർഗറത്ത് എത്താൻ വേണ്ടി കാത്തിക്കണ്ട. ഇനി വഇന്നമാ സഹഹത മിൻഹു തൗബതു ഫീ ഹാദൽ വഖതി, ഈ വഖത്തിൽ, ഏത് ഖരീബിൽ തൗബ സഹിയാന്നല്ലേ പറഞ്ഞത്. എന്താണോ ലി അന്ന റജാഅ ബാഖിൻ, നമ്മുടെ റജാ ബാക്കിയുണ്ട്. വയസിഹു നദമു വൽ അസ്മു അലാ തർക്കിൽ ഫിഇൽ, ആ മോശമായ പ്രവർത്തനം ഒഴിവാക്കുന്നതിൻ്റെ മേലിലുള്ള അസ്മയത്തേക്ക് നോക്കിയിട്ട് ഭാവിയിലേക്ക് നോക്കിയിട്ട്, നദമേത് അതെ. അപ്പം സഹിയായി. വത്തൗബത്തു ഫർളുൻ അലൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളുടെ മേലിലും ഫർളാണ് തൗബ. അത് മുഖറബീങ്ങൾക്കുണ്ട്, മുഖറബീങ്ങൾക്ക് അതിനനുസരിച്ച തൗബ ഉണ്ട്, ധാലിമീങ്ങൾക്ക് അതിനനുസരിച്ച തൗബ ഉണ്ട്. അള്ളാഹുവിനെയും വിട്ട് ഒരു ലഹല്ല കൽബ് തെറ്റിയിട്ട് ഗഫലത്ത് വന്നാൽ ഓർക്ക് അതിൻ്റെതായ തോബയാണ്. അപ്പൊ കള്ളം കുടിച്ച് നിക്കാരോഹിച്ച് വന്ന ഫാസിക്കിന്റെ തോബയല്ല അവിടെ നടക്കുന്നത്. ഒരു സെക്കൻഡ് സമയം കൽബിൽ നിന്ന് അള്ളാഹ് അല്ലാത്ത വന്നുപോയി. അതാ വലഹാ ശുറൂത്തുൻ അർബഅത്തുൻ, 4 ഷർത്തുകളുണ്ട്. ഒന്ന് അന്നദമു ബിൽ ഖൽബി, കൽബ് കൊണ്ട് ഖേദിക്കലാണ്. വതർക്കുൽ മാസിയത്തി ഫിൽ ഹാൽ, ഇപ്പോൾ മാസിയത്ത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അത് ഇവൻ തൗബ ചെയ്യുന്ന ആ ദോഷം തന്നെ അവിടെ ഒന്നുമില്ല, ദോഷത്തിന്റെ ഇനത്തിൽപ്പെട്ട എന്തെങ്കിലും ആയാലും മതി. അങ്ങനെ ഖസാലി മാമാക്ക് ഹഖീഖാക്കി, ഒരാൾ ഗീബത്ത് പറഞ്ഞതിന്റെ തൗബ ഉദ്ദേശിക്കുന്നില്ലേ, പട്ടുവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത്, കാരണം അതും മാസിയത്തിന് മറ്റൊരു ഇനാന്നല്ലോ. വല്ലസ്മു, മൂന്നാമത്തത് അല അല്ലാ യഊദ ഇലാ മിസ്ലിഹ, മിസ്ലിലേക്ക് മടങ്ങൂല. അതിനെ മിസ്ൽ എന്ന് പറയുന്നത് ഇപ്പം ചെയ്തത് അത് കഴിഞ്ഞില്ലേ, അതിനെ വരാൻ പോകുന്നതിന് മിസ്ലല്ലേ വരുള്ളൂ, അത് തന്നെ വരൂലല്ലോ. ചിലത് മിസ്ലിമല്ലാന്ന് ഹുക്കുമുണ്ടാകില്ലേ. ഞാൻ പണ്ട് ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു സാധനം തരും അടക്കിച്ച്, നിങ്ങൾക്ക് ജനിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, നിങ്ങൾ ഉമ്മ പോലും തന്നിട്ടില്ല, ഞാനല്ലാത്ത വേറെ ആക്കളൊക്കെ ഇനി കിട്ടുകയും ചെയ്യൂല. വളരെ ആശ വെച്ച് നിന്ന് പോയി. ഉസ്താദെ ഒരു ഭക്തത്വം ചെയ്തിട്ടുണ്ടല്ല, ഒരു 10 മുറിച്ചിട്ടാൻ കൊടുത്തേക്ക്. ഇതാ ഞാൻ പറഞ്ഞ സിബത്ത് ഒത്തിട്ടില്ല പറഞ്ഞട്ടെ. ഈ 10 വന്നിട്ടുണ്ടോ ജീവിതത്തിൽ ഇതുവരെ തോന്നിട്ടുണ്ടോ? ഇനി ആരെങ്കിലും തരോ? ഇപ്പത്തില് മിസില് കിട്ടുന്നതെല്ലാം മിസിലാന്ന്. അപ്പൊ എന്താക്കുന്നറിയാം, നമ്മളെ ഹുക്കുമ് ജുസ്ഇയായ മിസിലിന്റെ മുകളിൽ പോകും, അല്ലെങ്കിൽ ജിൻസിന്റെ മുകളിൽ പോകും. ആ ഹുക്കും മദ്ദമില ചുമത്തി നോക്കണം പറ്റി. അരിജാലു എന്താന്ന് അർറജുൽ ഖൈറും മിനൽ മർഅത്തിന്റെ ഹുക്കും നോക്കിയിട്ട് എന്താന്ന് പറഞ്ഞിട്ടൊന്ന്, റജുല് മർഅത്തിനാക്കാണ് ഖൈറാണ്.
അപ്പം നമ്മൾ റജുലല്ലേ അല്ലേ? ഫാത്തിമ ബേബി ആരാന്ന് മറുകത്തല്ലേ? അപ്പൊ ഫാത്തിമ ബീബിനെക്കാളും നമ്മ മെലിയില്ലേ? ജെൻസിലേക്കാണ്. അതെ. അപ്പൊ അതോ ആ ദോഷം എല്ലാ ഗീബത്ത് പറഞ്ഞോണ്ടും അല്ലാതെയും പറഞ്ഞാൽ അതല്ലേ കളിയാക്കില്ല. ഞാൻ പലിശ മുതൽ തിന്നൂല, തിന്നുന്ന വളമ്പി വെച്ച എൻ്റെ പലിശയാണ്. അതോ അപ്പൊ ദോഷത്തിനോട് ബന്ധമുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം. അത് ആ ദോഷം തന്നെ ആവണം എന്നില്ല. സ്വർണ്ണ മോതിരം ധരിച്ചെങ്കിൽ അത് ഒഴിവാക്കണം. പട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ മുബാഹല്ലാത്തതാണെങ്കിൽ ഒഴിവാക്കണം. ഗീബത്ത് പറയുന്ന സദസ്സാണെങ്കിൽ പിരിച്ചുവിടണം. ഇനി ഇതൊക്കെ ചെയ്യുന്നത് ഹയാഅൻ മിനല്ലാഹി തആല, അള്ളാഹിനെ പറ്റി ഹയാകായിട്ടാണ്. ജനങ്ങളെ വെക്കുന്നുണ്ടോ തല്ല് കിട്ടും അങ്ങനെ ഇങ്ങനെ വന്നിട്ടാണെങ്കിൽ ഒരു തോപിയായിട്ടില്ല. അള്ളാഹിനെ പറ്റി പേടിച്ചുകൊണ്ടുമായിരിക്കണം. ലാ മിൻ ഗൈരിഹി, മറ്റൊരാളെ പേടിച്ചിട്ടോ വേറെന്തിനോ ആകാൻ പറ്റൂല. അപ്പൊ ഹക്കടപാട് വിടലോ, ഹക്കടപാടുമായി ബന്ധമുള്ള ദോഷമാണെങ്കിൽ അത് ഹക്കടപാട് വിടലോ പറഞ്ഞിരിക്കും. നിക്കാരോഹിച്ചതിന്റെ തൗബക്ക് ഹക്കടപാട് വിടണ, അതായിട്ട് എന്താ ബന്ധം? قال الحسن البصري رضي الله عنه ഇസ്തിഗ്ഫാറുനാ യഹ്താജു ഇല ഇസ്തിഗ്ഫാർ, നമ്മൾ ചെല്ലുന്ന ഇസ്തിഗ്ഫാർ മറ്റൊരു ഇസ്തിഗ്ഫാറിലേക്ക് ആവശ്യമായി എന്ന കോലത്തിൽ അതിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഖാലൽ ഖുർതുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത് യഖൂലുഹു ഫീ സമാനി, ഓരോ കാലഘട്ടത്തിലാണ് താബീങ്ങളിൽ ഏറ്റവും മുന്തിയ ആളാന്നാര്? അഞ്ചെട്ടാളുണ്ട്. വൈസുൽ ഖർനിയുണ്ട്, ഉമ്മുൽ ഹസനുൽ ബസ്രിയു, മഅറൂഫ്, ആമിറു, അബൂ മുസ്ലിമിൻ, സുമ്മ റബീഉ വൽ അസ്വദൂൻ. ഉബൈസ് ഇബ്നു ഹയ്യാനിൻ, അത് ഉബൈസിന്റെ സിഫത്തല്ല. ഇബ്നു ഹയ്യാൻ എന്നോറ മോനല്ല ഒരു ഉബൈസ് വേറെ, ഇബ്നു ഹയ്യാൻ വേറെ. ഓരോന്നോരോന്നുണ്ടെന്ന്. ഇതാ മാ ദക്കർതഹും, അതായത് ഹയ്യാൻ ആരാന്ന്? ഹരീം ഇബ്നു ഹയ്യാൻ. ഓരോ മിക്കവാറും ചരിത്രം നമ്മൾ ഓതിയിട്ടുണ്ട്. ഹയാത്ത് താബിയല്ലേ? അതെ അതെ. അപ്പൊ ഫകൈഫ ഫീ സമാനിനാ ഹാദാ, നമ്മളെ കാലത്ത് എന്താണ് പറയേണ്ടതിനി? അല്ലദീ യുറാ ഫീഹിൽ ഇൻസാനു, ഇവിടെ ഇൻസാനെ കാണുന്ന മുകിബ്ബൻ അലൽ ദുൽമി, ദുൽമിന്റെ മേലിൽ മുഖം കുത്താകെ വീണിട്ടുണ്ട്. ഹരീസൻ അലൈഹി, അതിന്റെ മേലിൽ എന്താണ് അത്യാഗ്രഹിക്കുന്നവനായിട്ടുണ്ട്. ലാ യഖ്ലൗ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലേ? എത്ര വലിയ വസ്തുബഹത്ത് ഫീ യദിഹി, തസ്ബീഹ് മാലോന്റെ കയ്യിലുണ്ട്. ചില പള്ളിയിൽ പോയാൽ കാണാം വീടന്മാർ പുറത്താക്കിയ കുറച്ച് മാപ്പിളമാരുണ്ട്. കൊറോണ കാലത്ത് പള്ളന് വിറ്റത്താന്ന് കസയിലിട്ടിരിക്കല്. പുറത്തുനിന്നേരം മൂത്രിക്കാൻ നോ അഡ്മിഷൻ, മൂത്രിക്കാൻ പാടില്ല, കൊറോണക്കാലാണ്. നിങ്ങളെ കൊറോണ തൊഴിലൊരു ആയിപ്പോവും, അത് ഞമ്മ അനുഭവിക്കേണ്ടി വരും. ചില പള്ളിയിലുണ്ടാവും ഓട്ടോ ഇങ്ങനെ മെമ്പറിൻ്റെ കാൽമേലുണ്ടാവും തസ്ബീഹ കുറേ തൂക്കിയിട്ടില്ല. ഇതുപോലെ ആർക്ക് ആദ്യം കിട്ടുന്ന എണിച്ച് പാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തുടങ്ങും. ഒന്ന് ബുർക്കിനെ കൊല്ലൽ, രണ്ടാമത് ചൊറിഞ്ഞിട്ട് ആബിലും മലരും എല്ലാം പള്ളി ചൊറിയൽ, മറ്റൊന്നോ ഗീബത്തും നമീമത്തും. ചോറ് വയ്ക്കാനൊന്നും പോണ്ട, ഞാൻ ഇവിടെ തന്നെ വെയ്പ്പ് കിട്ടി. ചില പള്ളി പോയി നോക്ക്, ഇവിടെ 4 ആൾ വന്നിട്ട് ഖുർആൻ ഓതിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ മീശയും കുറിപ്പിച്ച് നമ്മൾ ചോദിച്ചാ ഗീബത്ത് പറയാൻ നിങ്ങൾ ചോദിച്ചിട്ടാ അവർ പറഞ്ഞത്? പള്ളി മാതിരി കാട്ടം കയറ്റി നിങ്ങൾ ഒഴിച്ചിട്ട് പറഞ്ഞ് പള്ളിയിലുണ്ട ഇട്ടച്ചമ്പല് വേഗത്തിൽ നോക്കാൻ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഈ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഈ കേജോണ്ട് ഇതാ പണി. അതെ. അതുപോലെ കാലിൻ്റെ മടമ്പിൻ്റെ തോലും പറിക്കും. അത് നല്ലോണം എത്തിയിട്ട് അടിയെ പറയുമ്പോൾ നഗർവാനും വന്നിട്ടില്ല. എന്താ ഇതല്ലോ? നിങ്ങൾ 4 ആൾ പറഞ്ഞിട്ട് ഖുർആനോ ഹദീസോ വായിക്കാൻ നിൽക്കുക, അന്നേരം കമ്മിറ്റിക്കാർ വരൂ. എന്താ സായിമൻ, അയാൾ സാധിക്കുന്ന അന്നഹു യസ്തഗ്ഫിറു മിൻ ദംബിഹി, ദോഷത്തിനകത്തോട്ട് തൗബ ചെയ്യുന്നതെന്നാണ് വിചാരം.
അതാണ് സബ്റുല്ലാഹി സബ്റുല്ലാഹി വദാലിക ഇസ്തിഹ്സാഉൻ മിൻഹു വസ്തിഗ്ഫാഫുൻ. ഇതാണ് അതിന് കളിയും തമാശാക്കൽ എന്നതിന് പേര്. വമൻ അദ്ലമു മിമ്മൻ ഇത്തഖദ ആയാത്തില്ലാഹി ഹുസുവാ. അള്ളാഹുവിൻ്റെ ആയാത്തുകളെ എന്തായി പരിഹാസപാത്രമാക്കിയവനേക്കാണ് ഏറ്റവും വലിയ നാലിം എവിടെയാണുള്ളത്, ആരാണുള്ളത്? അപ്പം എന്ത് വേണം? ഫഹദ്ദം ഹഖീഖത്തുൻ നദം. നദമിൻ്റെ ഹഖീഖത്തോട് ഉണ്ടാവണം. അതിനാ സിദ്ഖ് എന്ന് പറയുന്നത്. വഅലം അന്നല്ലാഹ ഇദാ അറാദ ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഫാഹു ലിനഫ്സിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിനെ കൊണ്ട് ഖൈറിനെ ഉദ്ദേശിച്ച് എന്താക്കും? അള്ളാഹ്ക്ക് വേണ്ടി അവനെ തിരഞ്ഞെടുക്കും. അള്ളാഹ് ഇവനെ കൊണ്ട് പോയക്ക് അങ്ങനെയല്ല. എൻ്റെ മേന അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യത്തിലേക്ക് ഇവനെ ഉപയോഗപ്പെടുത്തുന്നു. നീ കുറച്ച് ദിക്റിലിടാ, നീ കുറച്ച് കിതാബ് ഓതുടാ, നീ ഖുർആൻ ഓതുടാ, നീ എന്താക്ക് ഖൈറായ കാര്യം ചെയ്യുന്നു. വജഅല ഫീ ഖൽബിഹി സിറാജൻ. അവൻ്റെ കൽബിൽ അല്ലാഹു തആല ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. യഫ്രിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഇടയിൽ എന്താക്കും? ആ വിളക്കിൽ പ്രകാശത്തിൽ വേർതിരിക്കും. വയബസ്സലു ഉജൂബ നഫ്സിഹി. സ്വന്തം നഫ്സിൻ്റെ ഐബുകളെ അല്ലാഹു തആല അവൻ എന്താക്കും? അറിയിച്ചു കൊടുക്കും. ഹത്താ യത്റുക ദുനിയാ വഹ്താമഹാ. ദുന്യാവിനെയും അവൻ കൈപിടിഞ്ഞ് അതിൽ ചരക്കുകളെയും കൈപിടിഞ്ഞ് വയൽഖി അലൈഹ സിമാമുഹ. അവൻ്റെ കടിഞ്ഞാണ് എന്താക്കും? അതിനോട് പിടിക്കും. അപ്പം കടിഞ്ഞാണ് ഇവൻ്റെ കയ്യിലാണ്. എന്തിനാ? ദുന്യാവിൻ്റെ. എങ്ങോട്ട് പോകുന്നോ അതിനെ നിയന്ത്രിക്കും. അതിനത് തീർന്ന് അല്ലാഹ് ഈ കഹറില്ലല്ലോ. അമ്രിലോ നഹി അങ്ങനെയാണ്. പിന്നെ ഇഖ്തിയാർ പോയില്ലേ? അള്ളാഹ് വന്നിട്ട് കൈ തടയുന്നു. അപ്പം ഇവൻ ദോശ കട വഹിച്ചാൽ പിടിച്ചു വെച്ച കയ്യിലല്ലേ. ഇഖ്തിയാറിനോടാണ് എന്താക്കിന് ഫിഖ്ഹിൻ്റെ അഹ്കാം കംപ്ലീറ്റ് ബന്ധപ്പെടുത്തിന്. ഇഖ്തിയാർ വിട്ടാൽ ഫിഖ്ഹിൻ്റെ ഹുക്കുമുണ്ടാ? മുൽത്തദിൻ്റെ ഹുക്കുമുണ്ടാപ്പാ? അമ്രം ഉണ്ടാവില്ല, നഹി ഉണ്ടാവില്ല. ഒരാളെന്താക്കി വലിയ പോസ്റ്റമ്മ കയറിയിട്ട് അയാൾ കയ്യാളെ തൈബ് ഇതല്ല എന്നവരോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവൻ മുൽത്തറാണ്. അപ്പം അള്ളാഹ് വന്നിട്ട് ഇവനെ പിടിച്ചു വെക്കല. അത് ഇവൻ ഇഖ്തിയാറോടുകൂടി തന്നെയാണ് ഒഴിവാക്കുന്നത്. ആ പ്രകാശം പറഞ്ഞ് ഇഖ്തിയാർ നഷ്ടപ്പെട്ടിട്ടില്ല. വലൈസത്തി. ഇനി എന്താണ്? തൗബ അർഹിക്കാത്ത ആളുകളെ പറ്റിയാ പറയുന്നത്. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആതി ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്. അപ്പം പണ്ടേ മുമ്പുണ്ടല്ലോ എവിടെ വഖഫ് ഇഖ്തിയാരിയായ വഖഫിനെ കുറിച്ച് നമ്മൾ ചർച്ച. ഇൽത്തിറാറിയിൽ ശ്വാസം മുട്ടിയിട്ട് എണ്ണ തീർന്നിട്ട് വണ്ടി നിന്നാലും ഇവിടെ നിർത്തല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പം സയ്യാത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ട് കഴിഞ്ഞാൽ എന്താക്കി? കുറ്റം ചെയ്താക്ക് തൗബ എന്ന് പറഞ്ഞ സാധനമേ ഇല്ലാന്ന് ഇപ്പം അർത്ഥം കിട്ടിയത്. പക്ഷെ താഴെ പറയുന്ന ഇതെന്താന്ന്? ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്. മൗത്ത് ഹാളിറായി. എന്നിട്ടോ കാല ഇന്നീ തൗബത്തുല്ല. ഞാൻ ഇപ്പം തൗബ ചെയ്തോളാന്ന് പറഞ്ഞാൽ കൊടുക്കൂല എന്നാ ആ ലൈസത്തി തൗബത്തുൻ്റെ നഫി അവിടത്തേക്കാ പോകുന്നു. ലാ തത്തഖിദു ആബാക്കും ഇഖ്വാനക്കും ഔലിയാ. നിങ്ങളുടെ ഉപ്പാനിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്നും സുഹൃത്താക്കാൻ പറ്റില്ല. പിന്നെ ആരുടെ സുഹൃത്താക്കുന്നുണ്ട്? പക്ഷെ അവിടെ തെറ്റി. നിസ്തഹബ്ബുൽ കുഫ്റ അലൽ ഈമാൻ. ഈമാനിനെയും വിട്ട് കുഫറിനെ തിരഞ്ഞെടുക്കുന്ന ഉപ്പാനോടും കുടുംബക്കാരോടും എന്താക്കാൻ പാടില്ല, ബന്ധം പറ്റൂല എന്നല്ല പറയുന്നു. ആ ബോധം എവിടെയും കൊണ്ട് പോയി ചാടിയാൽ എന്താകും? അർത്ഥം ആകെ കുളയില്ലേ. അതൊന്നാക്കട നിങ്ങൾ തോന്നിയാൽ പറ്റാം. നിങ്ങൾ പഠിച്ചോണം തോന്നിയാൽ മതി. പഠിച്ചിട്ടില്ലല്ലോ ഇനി. ചെയ്യുമ്പോൾ അതാനാ പറഞ്ഞത്. എവിടെ പറഞ്ഞു? അങ്ങനെ രണ്ട് കൂലി. അതെ, കുഫരിയത്ത് പറമ്പുന്നതിന് വല്ല കണക്കും വേണ്ടേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്തി എന്നുള്ളത് മുത്തലഖാന്റെ നഫിയല്ല. ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് മൗത്ത് ഹാജറായിട്ട് ഖാല ഇന്നി തുബ്തു, ഞാൻ ഇപ്പം തൗബ ചെയ്ത് നിങ്ങോട്ട് പറഞ്ഞു. ലാ യുഖ്ബലു, അല്ലാഹ് അടയിട്ടിട്ടില്ല എന്ന്. അതാണ് സയ്യാത്തെ തർനൂബ്. അബദ വഖാഫി സക്കറാത്തിൽ മൗത്ത്. സക്കറാത്തിൽ മൗത്തിൽ പെട്ടിട്ട്
പിന്നെ വശാഹദ മലക്കൽ മൗത്തിനെ കാണുകയും ചെയ്ത്. അതാണ് ഏത് ഹദറ ഹദഹുൽ മൗത്തൂൻ്റെ മയന. ഇതിലൂടെ മൗത്ത് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പറ്റുന്നല്ല. ഖാല ഇൻദൻ നസീഇ വ മുശാഹദത്തി മാ ഫീഹി, തടിയിൽ നിന്ന് റൂഹ് പോകുന്നു, എന്നിട്ടോ അതിലുള്ള ഭയാനകമായ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നേ തുമുത്തുല്ലാൻ എന്ന് പറഞ്ഞാൽ തൗബയില്ല. തുമുത്തുല്ലാന മിൻ ദുനൂബി യാനി ലാ യുഖ്ബലു തൗബത്തു മിൻഹു സമ്മ. ആ അവസരം ചെയ്ത തൗബ ചെയ്യലല്ല, അതിന് മുമ്പത്തെ തൗബ എല്ലാം പൊളിഞ്ഞു എന്നല്ല വേണ്ട. ലിഅന്നഹാ ഹാലത്തുൽ ഇൽതിറാരി, അത് ഇൽതിറാറിൻ്റെ ഹാലത്താണ്. ദൂന ഹാലത്തിൽ ഇഖ്തിയാറിൻ്റെ ഹാലത്ത് വിട്ട്. ഇപ്പം ശരിയാ? ഇനി ഒരു കൂട്ടർ ഇനി വലല്ലദീന യമൂതൂന വഹും കുഫാർ, കുഫാറുകളായിക്കൊണ്ട് ഇവിടുന്ന് മരിച്ചു പോകുന്ന കൂട്ടർക്കും തൗബയില്ല. വലൈസത്തി തൗബത്തു ലില്ലദീന മാതൂ എന്നർത്ഥം. വഹും കുഫാർ അത് ഹാലാണ്. വഹും കുഫാർ മുസിറൂന അലാ കുഫ്രിഹിം, കുഫറുമ തന്നെ നിലനിന്നുകൊണ്ട് മരിച്ചു. ഹത്താ ഇദാ താബൂ ഇൻദ ഖുർബിൽ മൗതി, മൗത്ത് അടുക്കുന്ന അവസരത്തിൽ തൗബ ചെയ്തിട്ട്, ഔ ഇൻദ മുആയനത്തിൽ അദാബി ഫിൽ ആഖിറ, ആഖിറത്തിലുള്ള അദാബ് കണ്ടുമുട്ടുന്ന അവസരത്തിലും തൗബ ചെയ്താൽ തൗബ നഷ്ടപ്പെട്ടു. ഉലൈക അഅ്തദിനാ ലഹും അദാബൻ അലീമാ, ഉലൈക മേൽ പറയപ്പെട്ട രണ്ട് കൂട്ടർ ഫരീഖാനി അഅ്തദിനാ നമ്മൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അഅ്തദാന ഫിലെന്താ അസ്ലുഹു അഅ്ദദിന എന്നാണ് ഉണ്ടായത്. അഅ്ദദിന അഫ്അല ബാബ്. അപ്പം അഅ്ദദിനാൻ്റെ അവിടെ എന്താക്കി? ഉബ്ദിലത്തിദ്ദാലുൽ ഒന്നാമത്തെ ദാല് മറിച്ചതാണ് താകാഴ്ചപ്പം അഅ്തദിന എന്നായി. രണ്ട് ദാലാണ് ഉണ്ടായത്, ഒന്നാമത്തേന് എന്താക്കി? താകാഴ്ച മറിച്ച്. അദാബൻ അലീം എന്ന് പറഞ്ഞാൽ ഹയ്യഇനാ ലഹും അദാബൻ വജീഅൻ ദായിമൻ, എപ്പോഴും നിലനിൽക്കുന്ന വേദനയുണ്ടാക്കുന്ന അദാബിനെ ഒരുക്കിയിട്ടുണ്ട്. ഏലം അന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്താക്കി? തൗബ നിഷേധിച്ച കൂട്ടത്തിൽ രണ്ട് കൂട്ടർ എണ്ണീന്. ഒന്ന് തൗബ പിന്തിച്ചിട്ട് തൊണ്ടക്കൂലെത്തി, മറ്റൊന്നോ കുഫാറായി ചത്ത്. ഇവർ രണ്ടാൾക്കും ഒരു ഹുക്മ കൊടുത്തത്. അപ്പം തൗബ ബന്ധിക്കാന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ് എന്ന് തിരിച്ചു എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതിനോട്. അതാണ് തൗബനെ പിന്തിച്ചു. മൗത്ത് ഹാജരാകുന്നത് വരെയും ബന്ധിച്ച്. അതായത് മിനൽ ഫസഖത്തി വബൈനമമ്മാതാനൽ കുഫ്രി, കുഫറിൻ്റെ മോള് മരിച്ച ആളെയും ഒരേ ഹുക്മിൽ എന്താക്കി കൊള്ളിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന്? ഫീ നഫീ തൗബ, തൗബ കൊടുക്കൂല. ലിൽ മുബാലഗത്തി ഫീ അദ്മിൽ ഇഅ്തിദാദി ബിഹാ ഫീ തിൽക്കൽ ഹാലത്തി, ആ അവസരത്തിൽ തൗബ സ്വീകരിക്കപ്പെടൂല എന്നുള്ള മുബാലഗ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വ തിൽക തസ്വിയത്തു, ആ തസ്വിയത്ത് എന്തിനാന്ന്? രണ്ടാൾ ഒരുപോലെയാണ്. യുഹ്മിലൽ മുദ്നിബു ഫീ അംരി തൗബ, തൗബൻ്റെ വിഷയത്തിലുണ്ടല്ലോ പിന്തിക്കൽ പിന്നാവട്ടെ എന്ന് അത് വരുത്താതിരിക്കാനാ. ഫഇദാ ഹബ്ബത് മിനല്ലാഹി റിയാഹുൽ ഇനായ, അല്ലാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഇനായത്തിൻ്റെ കാറ്റടിച്ചാൽ തജിദുൽ അബ്ദ യുസ്രിഉ ഇല തൗബ, ഒരബ്ദ് തൗബയിലേക്ക് വേഗം മുന്നിടുന്നവനായി കാണാം. വയുമിദ്ദു നഫസഹു ഇലാ അസ്ബാബിഹ, അതിൻ്റെ തൗബൻ്റെ അസ്ബാബിലേക്ക് എന്താക്കും? അവർ നഫ്സിനെ ഇടും. അതോ തൗബ സഹിയാണെങ്കിൽ എന്താക്കണം? കടം വീട്ടണമല്ലോ, ഏതാക്കണമല്ലോ, മറ്റാടെ ഹക്ക് വിടണമല്ലോ എന്നുള്ള എല്ലാം എന്താക്കും? കൽബിലിങ്ങ് വീഴും. പിന്നെ വയത്താസ്തറുബി ഷൈഇൻ യസീർ, ചെറിയ ഒരു കാര്യം കൊടുക്കുമ്പോൾ കൽബിൽ നല്ലോണം തട്ടും. മറ്റേതോ മല ഒരുക്കി പോകുന്ന എന്ന് പറഞ്ഞാലും കൽബിൽ തട്ടൂല. ഫയതൂബു അൻ ഖുബഹി മുആമലതിഹി, അവൻ്റെ ഇടപാടിൻ്റെ കുബഹിനത്തൊട്ട് തൗബ ചെയ്യും. ഖാല ഇമാമു ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്തലഫ്തു ഇലാ മജ്ലിസി ഖാസിൻ, ചരിത്രം പറയുന്ന ഒരാളെ മജ്ലിസിലേക്ക് ഞാൻ ഇടക്കിടക്ക് പോയിക്കൊണ്ടും വന്നോണ്ട് നിൽക്കും. എന്നിട്ടോ ഫാസ്തറ ഫീ ഖൽബിഹി കലാമുഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയൽ എൻ്റെ കൽബിൽ വളരെ തഅ്സീർ ചെയ്തു. ഫലമ്മാ കുംതു, അങ്ങനെ അതിൽ നിന്ന് എണീറ്റപ്പോൾ ലം യബ്ക ഫീ ഖൽബി ഷൈഉൻ, എൻ്റെ കൽബിൽ ഒന്നും ബാക്കിയില്ല, എല്ലാം മറന്നു.
ഫഅത്തു സാനിയൻ രണ്ടാം ദിവസവും പോയി. ഫബഖിയ അസറു കലാമിഹി ഫീ ഖൽബി എൻ്റെ കൽബിൽ കലാമ് അവിടെ നിന്ന് ഹത്താ റജഅതു ഇലാ മൻസിലി പുറക്കെത്തുന്നത് വരെ. എന്നിട്ടോ വകസറത്തു ആലത്തൽ മുഖാലഫാത്തിനുള്ള ആയുധങ്ങളൊക്കെ എല്ലാം തകർത്തി. കുറ്റം സംഭവിച്ചു പോകാനുള്ള സാധ്യതയുള്ള ആലാത്തെല്ലാം അങ്ങോട്ട് കളഞ്ഞു. വലസിംതു തരീഖിനെ ഞാൻ ലാസിമാക്കി. അപ്പം എന്താക്കണം, ബാലിങ്ങനെ കേട്ടോണ്ട് നിൽക്കുമ്പോൾ ഓരോ തവണയും ഫലം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഈ ചുരുക്കത്തിൽ ഉണ്ടാവുമല്ലോ. അത് വാർഷികത്തിനായിട്ട് കൊണ്ടാടണമെന്ന് പറഞ്ഞിട്ടില്ല റസാലിമാമ്. അതിൻ്റെ സ്ഥലം കാണുമ്പോൾ സമയം കാണുമ്പോഴല്ലോ ഏതുപോലെ നിയമത്തിന് ആഘോഷിക്കുന്നില്ലേ, നിയമത്തിന് ആഘോഷിച്ചില്ല. ഈ ദിവസത്തിലാണ് എന്ന് പറഞ്ഞില്ല. ഇതുപോലത്തെ ഒരു മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്താക്കും മദ്ഹ് പറയുന്നില്ലേ. അതുണ്ട് കുഫറിലേക്ക് ചെന്നു പോകുന്നതെന്ന്. ഇനി ഈ ഹിക്കായത്ത് പോയി പറഞ്ഞോട് അതിനോട് യഹ്യ ബിൻ മുആദ് തങ്ങളോട് പറഞ്ഞു. അക്കാലത്തുള്ള വലിയൊരു മഹാനാണ്. ഫഖാല അപ്പം മൂപ്പർ എന്താ പറഞ്ഞെന്നറിയോ, കുറുക്കിയൻ എന്ന് പറഞ്ഞു. ചെറിയ പക്ഷി കഞ്ഞാക്കളി, അതാണ് കിസ്സ പറയുന്ന അയാൾ. വലിയ അലിമുനായിരിക്കില്ല. കുറുക്കി എന്ന് പറഞ്ഞാൽ എന്താന്ന്, ലബനാൻ മറ്റേ ഒരു വെള്ളം കൊച്ച അതിൻ്റെ നമ്മൾ തീവണ്ടി നോക്കിയാൽ ഡിക്ഷണറിയിൽ അത് ഇത് വെച്ചിട്ടാണ് നോക്കിയത്. ഒരു മാസം പറയാം. അതായത് വലിയ വെള്ളം കൊച്ച. അപ്പോൾ ചെറിയൊരു പെഞ്ഞാക്കളി എന്താക്കി വെള്ളാങ്കൊച്ചന, വലിയ വെള്ളാങ്കൊച്ചന വേട്ടയാടി എന്ന് പറഞ്ഞാലോ ഈ കാസ്ത ആരെയാണ് കീഴടക്കിയത്? ദാറാനിമാമിനൊക്കെ പരിവർത്തനം വരുത്തിക്കളഞ്ഞു. ഇത് അബൂ സുലൈമാൻ. അത് ഇതില്ലേ റിസാലത്തുൽ ഖുശൈരിയിൽ അറാദ ബിൽ ലുസ്ഫൂർ എന്ന് പറഞ്ഞാൽ ആരാക്കിയൽ കാസ്, ആ കിസ്സ പറഞ്ഞ ചെറിയ ആള്. കുറുക്കി ഉണ്ടെന്ന് അബൂ സുലൈമാൻ ദാറാനെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞ. ഇനി ഫൽവാജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യതൂബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യലാണ് വാജിബ്. ഹീന യുസ്ബിഹു വഹീന യുംസി, രാവിലെയും ചെയ്യണം വൈകുന്നേരവും ചെയ്യണം. വലാ യുഅഖിറഹാ, അതൊട്ടും പിന്തിക്കാൻ പാടില്ല. ഖാല അബൂബക്കർ അൽ-വാസിതി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തഅന്നി ഫീ കുല്ലി ഷൈഇൻ ഹസനുൻ, സാവകാശം ആവുക എന്നുള്ളത് എല്ലാ കാര്യത്തിലും നല്ലതാണ്. പക്ഷെ ഇല്ലാ ഫീ സലാസി ഖിസാൽ, 3 കാര്യത്തിലൊഴികെ. അവിടെ പിന്നെ ആ വട്ടേന്ന് വെക്കാൻ നിവൃത്തിയില്ല. ഏതാ 3? ഇന്ദ വഖ്തി സ്വലാ, നിസ്കാരത്തിൻ്റെ സമയമായാൽ പിന്നേക്കിരിക്കാപ്പാ ബിരിയാണി തഞ്ഞു ഉപ്പാ. ബിരിയാണി ചൂടാക്കാനെല്ലാം പണിയാന്ന്. 50 ലക്ഷം ചിലവാന്ന്. 2 ഗ്യാസ് കത്തിക്കലും നിൽക്കാരാ 2.5 മണി 1 മണിക്കൂറോടെ ബാക്കിയുണ്ട് ആശ്രമം കൊടുക്കാൻ. അങ്ങനെ ബിരിയാണി എന്തെങ്കിലും വയറ്റിലായപ്പോൾ ഒരു ക്ഷീണത്തോടെ നിൽക്കിച്ചാൽ എന്താ ഒരു മടിയന്മാർ ഇക്കരയിക്കുന്നു. അപ്പോൾ ഇതാ കാമു സ്ഥലത്ത് കാമു കുസാലാണ്. മുനാഫിക്ക് നിൽക്കാരാകാൻ പാടില്ല. ഒന്ന് ഉറങ്ങി എണീച്ച് ഫ്രഷായിട്ട് നിൽക്കിരിക്കാം. 1 മണി 1/2 മണിക്കൂർ കിട്ടുമല്ല ഉറങ്ങാൻ. യോഗം നടത്തുമ്പോൾ അതാണ്. ബിരിയാണി വയ്ക്കുന്നോ എല്ലാം നിസ്കരിക്കണോ, അത് ചോറാദ്യം വെച്ചേക്കാം. അതല്ലേ പഞ്ചഫായിദ എന്ന് പറഞ്ഞാൽ ആ ബുക്ക് വായിച്ച് നോക്കിയിട്ടില്ലേ? 1 സാമ്പത്തിക നഷ്ടം, 2 സമയം കൊല്ലൽ, 3-മത്തത് തുണിങ്ങിപ്പോയെങ്കിൽ, 5-മത്തത് എന്താണ് കൈമത്തും നമീമത്തും കേൾക്കുക. ഈ വൈന്ദ ദഫിനൽ മയ്യത്ത്, മറ്റൊന്നോ മയ്യത്ത് മറമാടൽ. ഓൻ പറ്റ്, ആജിക്ക് പറ്റ്, പ്രസിഡന്റ് പറ്റ്, മറ്റോ പറ്റുന്ന ഇവിടെ നാറാൻ തുടങ്ങി. ഇത് നോക്കാൻ പോകുന്ന അർത്ഥം ഉണ്ടാക്കിയിട്ട് പോകുന്നു. ആദ്യം ആദരിക്കപ്പെടേണ്ട മയ്യത്ത് ഇപ്പം എന്തായി? മൂക്കും പിടിച്ച് അതിന് ഇഹാനത്താക്കലല്ലേ ഇത്? ഡീസലാ ഫ്രീസൊന്നും വെക്കാൻ കൽപ്പനയില്ലല്ലോ. എന്നിട്ടാണ് അസ്രായേൽ വരാതിരിക്കാൻ, മറ്റേ മലായിക്കത്ത് വരാതിരിക്കാനാ? അതിന് ഫ്രീസർ വെക്കാത്ത ആളെയും ബാക്കിയാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ.
ഒരു സഹാബിനെ പറ്റി പറഞ്ഞില്ലേ, രോഗനെ കാണാൻ പോയി റിയാദു സാലിഹീൻ ഹദീസതാ. എന്നിട്ടെന്ത് പറഞ്ഞു, ഇവർക്ക് മൗത്ത് അടുത്ത് വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്, മരിച്ചാൽ എനിക്ക് അറിയിക്കണമെന്ന്. പിന്നെ ഒട്ടും വൈകിക്കല്ലേ എന്ന്. ആ മരിച്ചെന്ന് സഹാബിയെന്ന്. സഹാബി കൊല്ലങ്ങളോളം വെച്ചാൽ ഒരു തകയ്യൂറും ഇല്ലാണ്ട് അങ്ങനെ കിടക്കുന്ന ആളാണ് സഹാബി. അപ്പോൾ തകയ്യൂര് പിടിച്ചിട്ടേ ഇത്. ഇനി രണ്ടെണ്ണ ഇല്ലേ, മത്തോപത്തിൻ്റെ മാസിയത്തിൻ്റെ തോബയും പിന്നെ ആവട്ടെ നോക്കാൻ പറ്റൂല. വക്കാനഫിൽ ഉമ്മമിൽ മാളിയത്തി, മുമ്പത്തെ കഴിഞ്ഞ കാലഘട്ടത്തിലായിരുന്നു ഇദാദിനബൂ, അവർ ദോഷം ചെയ്താൽ അലൈഹിം ഹലാലുൻ, ഹലാലായ ഒരു ഭക്ഷണം എന്താക്കും അല്ലാഹു തആല ഹറാമാക്കി കളയും. വബിദുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും. അവിടെ നിയമം മുഖേന എന്താക്കി, ഇപ്പം നിയമമില്ലാണ്ട് രോഗം പേടിച്ചിട്ട് പിന്നെ തിന്നൂല. ഇത്ര കാലവും ചക്കരക്കട്ടിയും ജിലേബിയും തിന്നാളെന്താക്കി ഇനി തിന്നൂടാ. എന്താണ് പഞ്ചാര വന്നൊക്കെ ഒന്ന് പേടി വന്നിട്ടില്ലെങ്കിലും കള്ളം പിടിക്കുന്ന നമ്മുടെ ഷട്ടർ ഇതാക്കല്. അപ്പോൾ നേരത്തെ ഹലാലല്ല ഇപ്പം എന്തായി, ഹറാമായി. ആ ഇനി ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ദമ്പ് ചെയ്താൽ വജദ അലാ ബാബിഹി മക്തൂബൻ ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് അദ്നബ കദാ എന്ന് അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എഴുതി വെക്കപ്പെടും, ഇന്ന് ഫുലാൻ ഇന്ന ദോഷം ചെയ്തിട്ടുണ്ട് എന്ന്. ഓ തൗബത്തുഹു കദാ, ഇവൻ ചെയ്യേണ്ടുന്ന തൗബ ഇന്നതാണ് എന്ന്. അപ്പം എന്താക്കി അല്ലാഹു തആല ആ കോലത്ത് നമ്മളാക്കിയിട്ടില്ല. ഫസഹലല്ലാഹുൽ അംറ അലാ ഹാദിഹിൽ ഉമ്മത്തി വൽഹംദുലില്ലാഹ്. ഈ ഉമ്മത്തിന് അല്ലാഹു തആല കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ ഫഖാല വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. ആരെങ്കിലും ഒരു സൂഅനെ ചെയ്ത് അല്ലെങ്കിൽ നഫ്സിനോട് ദുൽമ ചെയ്ത് ഉടനെ ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു തആല ഗഫൂറുർ റഹീമായിട്ട് എത്തിക്കും. റഖിയ അന്നല്ലാഹു തആല ലമ്മാ ലഅന ഇബ്ലീസ്, ഇബ്ലീസിനെ ലഅനത്ത് ചെയ്തിട്ട് പുറത്താക്കിയില്ലേ, സഅലഹുന്നദറ, ഇബ്ലീസ് അല്ലാഹുവോട് ആവശ്യപ്പെട്ട് എനിക്ക് ദീർഘായുസ് വേണം കുറേ കാലം. ഫഅൻദറഹു അല്ലാഹു തആല, അല്ലാഹു തആല എന്താക്കി ദീർഘായുസ് കൊടുത്ത് അംഹലഹു ഇലാ ഖിയാമിസ് സഅ, ഖിയാമത്ത് നാൾ വരെ ദീർഘായുസ് കൊടുത്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു ഉൻദുർ മാദാ തറാ, ഫഖാല وعزتك لا أخرج من صدر عبدك حتى تخرج نفسه. നിന്റെ അബ്ദിൻ്റെ സദറിൽ നിന്ന് ഞാൻ പുറത്തു പോകൂല, അവൻ്റെ ആയുസ് മുഴുവൻ തീരുന്നത് വരെയും പോകില്ല. കാലാകാലം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവും ഞാനും. ഫഖാല റബ്ബു, റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു വഇസ്സതി വജലാലി, എൻ്റെ ഇസ്സത്തിനെ തന്നെയാണ് എൻ്റെ ജലാലിനെ തന്നെയാണ് സത്യം. ലാ അഹ്ജുബു തൗബത അൻ അബ്ദി, എൻ്റെ അബ്ദിനെ തൊട്ട് തൗബ ഞാൻ തടയൂല. ഹത്താ തഖറുജ നഫ്സുഹു, അവൻ്റെ നഫ്സ് പുറത്തു പോകുന്നത് വരെയും ഞാൻ തൗബയും കൊടുക്കുമെന്ന് അല്ലാഹു തആല പിന്നെ അങ്ങോട്ടും സത്യം ചെയ്തു. ഫൻദുർ ഇലാ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് നീ ഒന്ന് നോക്ക്. വറഹ്ഫത്തിലാ ഇബാദിഹി, ഇബാദിനോട് എത്ര റഹ്ഫത്തുണ്ടെന്ന് നോക്ക്. അന്നഹു സമ്മാഹും മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ എന്നാണ് ദോഷികൾ അന്ന് വിളിച്ചത്. ഇങ്ങനെ ബാദമാ ദിനബു, ദോഷം ചെയ്തിട്ടും കൂടിയിട്ട് മുഅ്മിനീങ്ങൾ. അഥവാ തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ എന്നാ വിളി മാറ്റിയിട്ടില്ല, ദോഷികളെ എന്നല്ല വിളിച്ചത്. എന്നിട്ടോ അഹബ്ബഹും ബഅദ തൗബത്തി, തൗബക്ക് ശേഷം അല്ലാഹു തആല അവരെ മഹബ്ബത്ത് വെച്ച് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, മഹബ്ബത്താ കൊടുക്കുന്നു. അതാണ് തീർന്നു. ഇനി നമ്മൾ ആയത്തിൻ്റെ ബാക്കി യാ അയ്യുഹല്ലദീന ആമനൂ, ഇതെന്തിൻ്റെ സൂറത്തിലെ തുടർച്ചയാണിത്. ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ, സ്ത്രീകളെ നിങ്ങൾ ഏറ്റെടുക്കരുത്, കർഹനായിട്ട് ഏറ്റെടുക്കാൻ പറ്റൂല, നിർബന്ധിച്ചിട്ടേ. അത് അതിന് സംബന്ധം എന്താ, കാനർ റജുൽ ഇദാ മാത കരീബുഹു, അക്കാലത്ത് എന്താണ്, അയാളെ ഒരു കരീബ് അയാൾ മരിച്ച്, എന്നിട്ടോ യുൽഖി സൗബഹു അല ഇംറഅതി, ആ മരിച്ചു പോയ അയാളെ മർഅത്തിൻ്റെ മേലെ ഒരു വസ്ത്രം കൊണ്ടുപോകും.
എന്നിട്ടോ വയക്കൂരു അവൻ പറയും അരിസിമ്രത്ത് ഈ പെണ്ണിന് ഞാൻ ഏറ്റ്. ആ മരിച്ചുപോയാളെ പെണ്ണിൻ്റെ മുഖത്ത് കൊണ്ടപ്പോൾ തുണിയിട്ടിട്ട് പറയും ഇത് എനിക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നിക്കാഹിൻ്റെ ബാക്കി ഷർത്തല്ലൊത്താ. ആ ഏതുപോലെ ആരിസു ഇമ്രാത്തഹു കമാരിസു മാലഹു അവൻ്റെ പൈസ ഇരിസെടുക്കുന്നില്ലേ എന്നതുപോലെ. അപ്പം ഫൈസീർ ബിദാലിക്ക ആ പണിയോടുകൂടിയായി അഹക്ക ബിഹ മിൻകുല്ലി അഹദീൻ ആ പെണ്ണിനോട് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളായി മാറി. അത് പറ്റൂല. എന്നിട്ടോ സുമ്മ ഇൻഷാ തസവ്വജഹ അവനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്താക്കും പെണ്ണിനെ മംഗലം കഴിക്കും ബിസദാഖിഹൽ അവ്വൽ ആദ്യത്തെ സദാഖിൽ. വഇൻഷാ സവ്വജഹ ഗൈറഹു അല്ല അവനിക്ക് മറ്റൊരു പൂതിയാണെങ്കിൽ വേറെ കെട്ടിച്ചു കൊടുക്കും. വാഹന സദാഖഹ പെണ്ണിൻ്റെ കിട്ടേണ്ട മഹർ എടുത്തിട്ട് ഓൻ പോയും ചെയ്യും. ഇന്നത്തെ കാക്കാരന്മാർ പോകും പോലെ പരക്ക് 40 കൊല്ലത്തിനിടക്ക് പഠിച്ച വിട്ടാത്ത കാരണവർ വരും മജോള മംഗലത്തിന് എന്താന്ന് മഹർ കീസിലിട്ടിട്ട് ഒറ്റപ്പോക്ക് രണ്ടതാണ്. വലം യുഅ്തിഹാ മിൻഹു ശൈഅ ഒന്നും പെണ്ണിന് കൊടുക്കൂല, തട്ടിയെടുത്ത്. വഇൻഷാ അല്ലെങ്കിൽ മൂന്നാമത്തിനുണ്ട് അദലഹ എന്ന് പറഞ്ഞാൽ ഓളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യില്ല, ഒന്നും കൊടുക്കൂല. ഓളെ തടഞ്ഞു വെച്ചിട്ട് ഹബസ വദയ്യക ഓളെ മേൽ കുടുക്കുണ്ടാക്കിയിട്ട് ലിതഫ്തദിയ ബിമാ വരിസത മിൻ സൗജിഹാ സൗജിൻ്റെ പക്കന്ന് വെച്ചുപോയ സൗജില്ലേ അവരുടെ പക്കന്ന് കിട്ടിയല്ല എനിക്ക് തന്നാലും എന്നെ വിട്ടേക്കണം. അപ്പോൾ പെണ്ണിന് എന്തുണ്ടോ ഒന്നെങ്കിൽ 4 കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 8 കിട്ടിയിട്ടുണ്ടാവും. അതേശം എനിക്ക് വേണം. ഇതിനല്ലേ ദുൽമെന്ന് പേര്. ഇനി അപ്പം ഈ തുണി ഇടാൻ കാത്തിക്കാണ്ട് പെണ്ണ് വല്ല തടി സലാമത്താക്കിയാലോ എന്താ ഇവൻ്റെ ഉപദ്രവം കഴിഞ്ഞ്. അതാ പറയുന്ന വൈന്ദഹബത്തിൽ മർഅതു ഇലാ അഹ്ലിഹാ അഹ്ലുകാരൊക്കെയുള്ള പെണ്ണുങ്ങ് ഓടിപ്പോയ കമലേൽക്കായി സബി വഹി ആ വസ്ത്രം ഇടുന്നതിന് മുമ്പായിട്ടാണെങ്കിൽ വഹി അഹക്കു ബി നഫ്സിഹ ആ ഓളെ നഫ്സ് കൊണ്ട് വളർന്ന അഹക്ക് ഓളെ ഇഖ്തിയാർ പോലെ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇവൻ കാത്തിക്കുന്നുണ്ടാവും തുണിയെടുത്തിട്ട്. അപ്പം ഇതൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല എന്ന് കാണിക്കഫനുഹു അൻ ദാലിക അല്ലാഹു തആല അതങ്ങോട്ട് വിരോധിച്ചു. വഖീല ലഹും ലാ യഹില്ലു ലക്കും അൻ തഖുദൂഹുന്ന ബിതരീഖിൽ ഇർസി ഇർസ് എടുക്കുന്നത് മാതിരി പെണ്ണിനെ കൈക്കലാക്കൽ പറ്റൂല. ഇർസ് എടുക്കും പോലെ എടുക്കുമെന്ന്. കമാ തഹാസുൽ മവാരീസു അനന്തര സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടുന്നത് പോലെ എത്തരത്തിൽ വഹുന്ന കാരിഹാത്തുൽ ലികാലിക് ആ കാര്യത്തിന് പെണ്ണ് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല. അപ്പം ഒരു ഹുക്കം പറഞ്ഞു ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാഅ കർഹ. ഇനി അടുത്തത് വലാ തഅളുഹുന്ന അവർ അതിലാക്കാൻ പാടില്ല. അതിൽ എന്ന് പറഞ്ഞാൽ ഓക്ക് കെട്ടിൻ്റെ ഒരു ആനുകൂല്യം തടയലാണ്. ചിലപ്പോൾ വലിയ പറയും ഞാൻ കെട്ടിച്ചു കൊടുക്കുകയില്ല, കെട്ടിച്ചു കൊടുക്കൂല എന്ന് അതിൽ സുബോത്തായാകുമ്പോൾ ആൾക്കാർ കൈയേറുവാനെ പോടാ നിൻ്റെ അധികാരം പോട്ട് എത്ര വരെ 3 വട്ടം ആവശ്യപ്പെട്ടിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഓ ഫാസിക്കായതുകൊണ്ട് വിലായത്തിനെ പുറത്തുപോയി അല്ലേ സലിമേ. വിലായത്തിനെ കൊടുക്കൂല, ഉപ്പയായാലും വിലായത്തില്ല. ഇവിടെ ലാ യഹില്ലു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ലാ വർത്തിച്ചില്ലേ, 2 ലാ കൊടുത്തില്ലേ. അതെന്നാൽ ഈ തഅ്കീദ് നഫി കടുപ്പം കൂട്ടാനാണ്. വൽ അദല് എന്ന് പറഞ്ഞാൽ എന്താ അൽ ഹബ്സു വത്തളീഖു കുടുക്കുണ്ടാക്കല് തടഞ്ഞു വെക്കൽ എന്നൊക്കെയാണ്. നിക്കാഹിലുണ്ടാവും, നിക്കാഹിനെ സഹകരിക്കൂല, നമ്മളെ കെട്ടിച്ചു കൊടുക്കൂല. എൻ്റെ കെട്ടിച്ചു കൊടുത്ത കല്യാർക്കാനെ പാഠം പഠിപ്പിക്കും. ദിസ് ഈസ് എ ചാലഞ്ച് എന്ന് പറയും. ദിസ് ഈസ് എ ആൾസോ ചാലഞ്ച്. ഓൻ കണ്ട ചാലഞ്ച് എന്താക്കും ഇവിടെ കണ്ടുപിടിക്കും. വദാഉൻ എന്നുള്ള അത് ഒരു രോഗം. ഉലാലെന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ ചികിത്സക്കും ഒടുങ്ങാത്ത രോഗമാണ്. മുംതലിഉൻ അസ്റുൽ ഇലാജ് ചികിത്സിക്കാൻ പ്രയാസമാണ്. അങ്ങനത്തെ ഒരു മനോരോഗമാണ് ഇതെന്ന് പറയും. وكان الرجل إذا تزوج امرأة ولم تكن من حاجته حبسها مع سوء النشرة والقهر. അക്കാലത്തുള്ള റജുലായിരുന്നു ഒരു പെണ്ണിനെ എന്താക്കും വിവാഹം ചെയ്ത്, എന്നിട്ടോ ഓനിക്ക് അതിനോട് താല്പര്യമില്ല. ഹബസഹ മഅ സൂഇൽ ഇശ്റത്തി വൽ ഖഹർ. ആ പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും മോശമായ പെരുമാറ്റം കൊണ്ട് എന്താക്കും പെണ്ണിനെ വല്ലാണ്ട് കുടുക്കിലാക്കും.
എന്നിട്ടോ വലയ്യക്ക അലൈഹ, അവളെ വല്ലാണ്ട് കുടുക്കിലാക്കിയിട്ട് എന്തെങ്കിലും കൊടുത്തക്കാ പോകണമെന്ന് പോയി കിട്ടിട്ട് എന്ന് പറയും. അപ്പം പൈസ കിട്ടി. ലി തഫ്തദിയ മിൻഹു ബി മാലിഹ, മാല് കൊടുത്തിട്ട് എന്താകണം, ഓള് രക്ഷപ്പെടണം. അതിലോ ഫഖീല ലഹും, അക്കൂട്ടരോടാണ് അല്ലാഹ് പറയുന്നത്, വലാ തഅളുഹുന്ന ഐ ലാ തുളയ്യിഖു അലൈഹിന്ന, അതിനാൽ ലിതദ്ഹബൂ ബിബഅദി മാ അതൈതുമൂഹുൻ, നിങ്ങൾ എന്തെങ്കിലും ആ പെണ്ണിന് ചില്ലറ കൊടുത്തിട്ടുണ്ടാകും, ആ കൊടുത്തത് വീണ്ടും വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഐ മിന സദാക്കി, സദാക്കിനാലാണ്. അങ്ങനെ ബി അൻ യദ്ഫഅന ഇലൈക്കും ബഅദഹു, എന്നിട്ടോ സദാക്കിൽ നിന്ന് കൊടുത്തതിൻ്റെ അല്പമോ ഇൽത്തിറാറൻ, ചിലപ്പോൾ ദേഷ്യം കൊടുത്തെന്നും വരും. ഇൽത്തിറാറൻ, ആ പെണ്ണ് കുടുങ്ങിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. എന്നിട്ടോ ഫതഖുദൂഹു മിൻഹുന്ന, എന്നിട്ട് അവരെ വക്കുന്ന അത് മീൻ വാങ്ങുന്നുണ്ടല്ലോ, അതിന് മനസ്സിലാത്ത സാധനമല്ലേ വാങ്ങിയത്. മുമ്പെന്താ പറഞ്ഞ്, ഫൈൻ ത്രിബിനലക്കും മൻഷൈഇൻ മിൻ നഫ്സൻ ഫഖുലൂഹു ഹനിയൻ മരിയ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തീബിൻ നഫ്സില്ലാതെ വാങ്ങാൻ പറ്റൂല. അപ്പം അതിൽ നിന്നൊരു ഇസ്തിസ്ന, ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിന, അവളെ വക്കൽ നിന്ന് വ്യക്തമായ ഒരു ഫാഹിഷത്ത് കൊണ്ടുവന്നാലൊഴികെ എന്ന് പറഞ്ഞു. എന്താണ് ഈ ഫാഹിഷത്ത്? നേരത്തെ പറഞ്ഞ അതാണോ? ഇവിടെ അർത്ഥം മാറി. അപ്പം ഇങ്ങനത്തെ അർത്ഥം പറഞ്ഞാൽ ഇവിടെ ഇതിനാ ചെയ്യാൻ പോയെങ്കിലല്ലോ, അതല്ല. അൽ മുറാദ് ബിൽ ഫാഹിഷത്ത്, ഇവിടെ പറഞ്ഞ ഫാഹിഷത്ത് കൊണ്ട് മുറാദ് അൽ ഖബീഹു മിനൻ നുശൂസ്, നുശൂസിനാൽ ഈ ബുദ്ധിമുട്ടാക്കുന്ന സംഗതി ഉണ്ടല്ലോ അത്. ശകാസത്തിൽ ഖുലുഖി, അതുപോലെ പെരുമാറ്റത്തിൻ്റെ ദൂഷ്യം, പെരുമാറ്റ ദൂഷ്യം. വഇദാ ഇസ്സൗജി വഅഹ്ലിഹി, സൗജിനെയും ബുദ്ധിമുട്ടാക്കുന്ന, സൗജിൻ്റെ പരക്കാരെയും ബുദ്ധിമുട്ടാക്കുന്ന ബിൽ ബദാൽ, ചീത്ത പറഞ്ഞിട്ടും ബായി വടക്കാക്കിയിട്ട്. അപ്പോൾ പെണ്ണെന്തായി? മോശത്തിലായി. അൽ ഫഹിഷി വഹിദ്ദത്തിൽ ലിസാൻ, നാവിൻ്റെ കടുപ്പുണ്ടല്ലോ, അതാണ് ഇവിടെ എന്താക്കിയത് ബിഫാഹിഷ്. അപ്പോൾ പെണ്ണ് സ്വഭാവം വടക്കാക്കിയിട്ട് ഭർത്താവിന് നിൽക്കാൻ പെടുന്നില്ല, പരക്കാർ നിൽക്കാൻ പെടുന്നില്ല, കോലത്തിലായ. അപ്പം അവിടെ എന്താക്കുക, ഒരു ശിക്ഷാ നടപടി കൊടുക്കാൻ ഇവനിക്ക് അനുവദിച്ചു എന്നർത്ഥം. അതല്ലെങ്കിലോ അവിൽ ഫാഹിഷത്തു സിന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫാഹിഷത്ത്, അതേ അർത്ഥം ഇവിടെയും കൊടുക്കാം. ബഹുവ ഇസ്തിസ്നാഉൻ മിൻ അഅമ്മിൽ അഹ്വാൽ, ഇസ്തിസ്നാകാന്ന് എന്തിൽ നിന്ന്? ഐ വലാ യഹില്ലു ലക്കും അദ്ലുഹുന്ന ഫീ ഹാലിൻ മിനൽ അഹ്വാൽ എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരവസരത്തിലും എന്താക്കാൻ പറ്റൂല, ഇടങ്ങാറാക്കാൻ പറ്റൂല. ഇല്ലാ ഫീ ഹാലി ഇത്യാനിഹിന്ന ബിഫാഹിഷത്തിൻ, ഫാഹിഷത്ത് കൊണ്ടുവന്ന അവസരത്തിൽ ഒഴികെ. കാരണം ഫഇന്ന സബബ ഹീനഇദിൻ യകൂനു മിൻ ജിഹത്തൈനി, അപ്പം അവിടെ സബബ് ഇതാകും, രണ്ട് ഭാഗത്തൊന്നുണ്ടായി. പെണ്ണിവനെ ബുദ്ധിമുട്ടാക്കിയോണ്ടല്ലേ ഇവൻ തിരിച്ചടിക്കുന്നു. വഅൻതും മഅദൂറൂന ഫീ തലബിൽ ഖുൽ, അപ്പം ഖുൽഇനെ തേടുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് എഴുതിട്ടുണ്ട്. ഓള് പടക്കായത് കൊണ്ടല്ലേ ഇവനും പടക്കായത്. ഇനി മൊത്തത്തിലാണ് പറയുന്നത്, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മഅറൂഫായ രീതിയിൽ നമ്മളോട് പെരുമാറണം. ഖിതാബുൽ ലില്ലദീന യുസീഊനൽ ഇശ്റത മഅഹുന്ന, പെണ്ണുങ്ങളോട് പെരുമാറ്റം ചീത്തയാക്കുന്ന ഭർത്താക്കന്മാരോടുള്ളതാണ്. ഇവിടെ വൽ മഅറൂഫ്, ഏതാ മഅറൂഫ്? നൗഷാദിൻ്റെ അനിയനല്ല, പിന്നെ ഏതാന്ന്? മാ ലാ യുൻകിറുഹു ശറഉ വൽ മുറൂവത്തു, ശറഉം മുറൂവത്തും വെറുക്കാത്ത ആ രീതി, അതാണ് ബിൽ മഅറൂഫ്. വൽ മുറാദു ഹാഹുന, ഇവിടെ ഉദ്ദേശിച്ച അൻ നസഫത്തു ഫിൽ മബീത്തി വൻ നഫഖ, നഫഖ കൊടുത്ത വിഷയത്തിലും കൂടെ താമസിക്കുന്ന വിഷയത്തിലൊക്കെ നീതി പുലർത്തുക. വത്തജമ്മുലു ഫിൽ ഖൗലി, അതുപോലെ ഖൗലിൽ നല്ല അലങ്കാരമായ സംസാരമൊക്കെ കാണിക്കൽ. വനഹവി ദാലിക്, ഇനി നിനക്ക് തീരെ പറ്റുന്നില്ലേ, അതാ ഫഇൻ കരിഹത്തുമൂഹുന്ന, ആ പെണ്ണുങ്ങളോട് നിനക്ക് വെറുപ്പാണ്. വസഇംതും സുഹബത്തഹുന്ന, ആ അവളോട് സുഹബത്ത് കെട്ടാൻ നിങ്ങൾക്ക് മടുത്തിട്ടുണ്ട്. ബി മുഖ്തല തബീഅത്തി, അങ്ങനെ ഒരു പ്രകൃതിയായി മാറിപ്പോയി. അപ്പം എന്താക്കുക, മിൻ ഗൈരി അൻ യകൂന മിൻ ഖിബലിഹിന്ന മാ യൂജിബു ദാലിക, വെറുക്കാനുണ്ടാകുന്ന കാരണങ്ങൾ പെണ്ണുങ്ങളെ വക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവൻ്റെ പ്രകൃതി തന്നെ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനെ വെച്ചിരിക്കുന്നത്? അപ്പം ഫലാ തുഫാരിഖൂഹുന്ന ബിമുജറദി കറാഹത്തിൻ നഫ്സി, നഫ്സിന് എന്തോ ഒരു വെറുപ്പ്, ഒരു കാരണങ്ങളും കാണാണ്ട് പിരിയാൻ പാടില്ല. വസ്ബിറു അലാ മുആശറത്ത്, അപ്പം നീ സബൂർ ചെയ്ത് കഴിഞ്ഞോളെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? ചിലപ്പോൾ
ഹദീസിൽ പറഞ്ഞില്ലേ, ഇൻ റളിയ മിന്നാ ഖുലുഖാൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖാൻ റളിയ മിൻഹാ ആഖർ. ഒരു കാര്യം നിനക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു കാര്യം എന്താക്കും, നിന്നെ തൃപ്തിപ്പെടുത്തും. എന്നാൽ ആ തൃപ്തിപ്പെടുത്തുന്ന വശം നോക്കിയിട്ട് പിടിച്ചു വന്നു. ഓളെന്തല്ലോ വായു അടക്കാന്ന് ആയിക്കോട്ടെ, ഓള് തുണിങ്ങി തുരിവെ തുണിങ്ങിപ്പോയാൻ കണ്ട എന്തൊരു നിറാന്ന് വെച്ച കൂട്ടാൻ കൂട്ടിയൊക്കെ ആട്ടെ. അപ്പം എന്താക്കും, ഇൻ കരിഹ മിൻഹ ഖുലുഖാൻ റളിയ മിൻഹാ ആഖർ. നല്ല കൂട്ടാൻ വെച്ചു, തോളം വെക്കാൻ അറിയാം. എന്നാൽ പിന്നെ അപ്പേര് പറഞ്ഞിട്ട് പിടിച്ചു നിന്നു. അപ്പം നിങ്ങൾ വെറുക്കുന്ന ചില കാര്യം ചിലപ്പോൾ ഖൈറിലാവാം. നോക്ക്, فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. നിങ്ങൾ വല്ലതിനെയും വെറുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അതിൽ ഖൈറും കസീറും വെച്ചിട്ടുണ്ടാവാമല്ലോ, നിങ്ങൾ അറിയൂല അക്കാര്യം. അതുകൊണ്ടല്ലേ നീക്ക് ഖൈറുണ്ടെങ്കിൽ അത് പാസാക്കിയെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടപ്പാ? അപ്പം ഖൈറും കസീറും എന്താണ് ഇപ്പത്? ഈ ഖൈറും കസീർ എന്താണ്? വൽ മുറാദു ബിൽ ഖൈറിൽ കസീരി ഹാഹുന. ഇവിടെ ഖൈറും കസീറും എന്തിനാ പറയുന്നത്? വമൻ യൂതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് മറ്റൊരു സ്ഥലത്തും ഉണ്ട്. ഇവിടെ അൽ വലദു സാലിഹ് എന്ന് സാലിഹായ വലദാവാം, അല്ലെങ്കിലോ അവിൽ മഹബത്തു മുൽഫത്തു, അല്ലെങ്കിലോ ഈ വെറുപ്പെല്ലാം മാറിയിട്ട് നല്ല സ്നേഹബന്ധം തിരിച്ചെടുക്കാം. പാതി തലാഖ് എല്ലിയിട്ട് തലാഖില്ല വെറുത്തിട്ടോ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെന്താ അത് ബിന്ദു സുൽഹായിട്ട് അതിലെ മക്കളാലെ മക്കളും ഉണ്ടാക്കി രണ്ടാക്കും പൊരിയെടുത്താണ്. കഅന്നഹു ഖീല ഫഇൻ കരിഹ്തുമുഹുന്ന ഫസ്ബിറൂഹുന്ന അലൈഹിന്ന മഅൽ കറാഹ. ആ അനിഷ്ടത്തോടു കൂടി തന്നെ സബൂർ ചെയ്തോ. ഫലഅല്ല ലക്കും ഫീമാ തക്റഹൂനഹു ഖൈറൻ കസീറ. നിങ്ങൾക്ക് അനിഷ്ടമായി തോന്നുന്ന കാര്യത്തിൽ ഖൈറും കസീറുണ്ടാവാം. വലൈസ ഫീമാ തുഹിബ്ബൂനഹു, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ഖൈറും കസീറും ഉണ്ടാവണമെന്നുമില്ല. കൂടുതൽ അറിയോ അല്ലാഹ്. ഫഇന്ന നഫ്സ റുബ്ബമാ തക്റഹു മാ ഹുവ അസ്ലഹു ഫിദ്ദീൻ. ദീനിൽ ഏറ്റവും മെച്ചമായ ഒരു കാര്യത്തിന് എന്താക്കും ചിലപ്പോൾ നഫ്സ് വെറുത്തുന്നു വരും. കണ്ടാ, വഅദിനാ ഇലൽ ഖൈരി, ഖൈറിലേക്ക് ഏറ്റവും അടുത്ത കാര്യം എന്താക്കും നഫ്സ് ചിലപ്പോൾ വെറുത്തുന്നു വരും. വതുഹിബ്ബു മാ ഹുവ ബിഖിലാഫിഹി, ഇതിന് വിരുദ്ധമായ കാര്യം നഫ്സ് സ്നേഹിച്ചെന്നും വരും. അതുകൊണ്ട് ഫൽയകുൻ നദറുക്കും ഇലാ മാ ഫീഹി ഖൈറും വസലാഹുൻ, എന്തിലാണോ ഖൈറും സലാഹും ഉള്ളത് അതിലേക്ക് എന്താക്കണം ചിന്തിക്കണം. ദൂനമാ തഹ്വാം ഫസുക്കും, നിങ്ങളെ നഫ്സ് ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് അംഗീകാരം കൊടുത്താൽ പറ്റില്ല. പിന്നെ വഅലം അന്ന മുആശറതഹുന്ന ബിൽ മഅറൂഫി വസ്സബ്റ അലൈഹിൻ, മഅറൂഫോടുകൂടിയുള്ള മുആശറത്തും അവർ അവക്കൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ സബൂർ ചെയ്യലും ഫീമാ ലാ യുഖാലിഫു റിളല്ലാഹി തആല, അള്ളാഹുവിൻ്റെ റിളാക്ക് എതിര് വരാത്ത കാര്യത്തിലാണ് നമ്മളെ സംസാരം. അള്ളാഹിൻ്റെ റിളാക്ക് എതിര് വന്നാൽ ഇതൊന്നും നോക്കൂല. വഇല്ലാ ഫർറദ്ദു മിൻ മവാദിൽ ഗൈറത്തി വാജിബുൻ, ഗൈറത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് മടക്കൽ വാജിബാണ്. ഫഇന്നൽ ഗൈറത മിൻ അഖ്ലാഖില്ലാഹി തആല, ഗൈറത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖുലുഖിൽപ്പെട്ടതാണ്. വഅഖ്ലാഖിൽ അംബിയാഇ വൽ ഔലിയാ, അവരുടെയും ഖുലുഖിൽപ്പെട്ടതാണ്. ഖാല അലൈഹിസ്സലാത്തു വസ്സലാം തഅജബൂന മിൻ ഗൈറത്തി സഅദിൻ, അതെന്തിനാണ് അല്ലാഹു തആലാക്ക് ഗൈറത്ത് കൊണ്ട് വസ്ഫ് പറയാം എന്നുള്ളതിന് തെളിവാണ്ടായിരുന്നു. അതെന്താ? തഅജബൂന മിൻ ഗൈറത്തി സഅദിൻ, സഅദിൻ്റെ ഗൈറത്തിനെ കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു. സഅദ് റളിയല്ലാഹു അൻഹു വലിയ ഗൈറത്തുള്ള ആളാണ്. ഫവല്ലാഹി ലഅന അഗ്യറു മിൻഹു, എന്നാ സഅദിനാക്കാണ് എന്താന്ന് അഗ്യറാണ് ഞാൻ. നബിതങ്ങളാ പറയും എന്നിട്ടോ വല്ലാഹു അഗ്യറു മിന്നി, എന്നാക്കാണ് ഗൈറത്തുള്ളവനാണ് അല്ലാഹ്. വമിൻ അജ്ലി ഗൈറത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ഗൈറത്ത് കാരണത്താലാണ് ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ, ഫഹ്ശായും എല്ലാം അല്ലാഹു തആല ഹറാമാക്കിയത് അതിനെ തുടർന്നാണ്. വത്തരീഖുൽ മുംബിഉ അൻ ഗൈറത്തി, അന ഗൈറത്തിനെ ഉണ്ട് എന്നുള്ളതിനെ അറിയിക്കുന്ന തരീഖ് എന്താ? അല്ലാ യദ്ഖുല അലൈഹി റിജാലു, റിജാല് അങ്ങോട്ട് കയറാണ്ടിരിക്കലാണ്. ഇഷ്ടം പോലെ അടുക്കളയിലോടെ ആണുങ്ങൾ കയറുക, എന്നിട്ട് അടുക്കളയിൽ കൈമാറ്റുന്നല്ലോ കൈമാറുക. വലാ തഖ്റുജു ഹിയ ഇലൽ അസ്വാഖി, അവൾ അങ്ങാടിയിലേക്ക് പോകാതിരിക്കലുമാണ്.
വൽഹാസിലു അന്നൽ മർഅത ഇദാ ബദിഅത് മിൻ മവാഖിൽ ഖലലി, പെണ്ണ് ഖലലിൻ്റെ രംഗങ്ങളിൽ നിന്ന് മോചിതനായി, വത്തസഫത് ബിൽ ഇഫ്ഫത്ത് കൊണ്ട് അവൾക്ക് വസ്ഫം കിട്ടി, എന്നാ ഫഅല സൗജ അൻ യുആശിറഹാ ബിൽ മഅറൂഫ്, അതാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. മഅറൂഫ് കൊണ്ട് പെരുമാറൽ ഇവൻ്റെ കടമയാകുന്നു. വയസ്ബിറ അലാ സായിരി ഔളാഇഹാ വസൂഇ ഖുലുഖിഹാ, അവളെ പെരുമാറ്റത്തിലോ അവളെ സൂഉൽ ഖുലുഖിലോ സബൂറൻ ചെയ്തു കൊള്ളുക. ബിഖിലാഫി മാ ഇദാ കാനത് ഗൈറ ദാലിക, ഇതിൻ്റെ വിരുദ്ധമായാൽ അതിന് മാറ്റം. ഇഫത്തും ثم علم أن معاملة النساء يصعب من معاملة الرجال, അതാ പെണ്ണുങ്ങളോടുള്ള മുആമല അത് വളരെ പ്രയാസമാണ് റിജാലിനോടുള്ള ഞാൻ കാണാം. എന്തുകൊണ്ട്? ലിഅന്നഹുന്ന അറഖു ദീനൻ, ദീനി കുറച്ച് കുറവായിരിക്കും. എന്തുകൊണ്ട്? ഒരു മാസത്തിൽ 10 ദിവസം നിൽക്കുള്ളൂ. അക്കല് വളരെ ലൈഫുമാണ്, ഖൂലക്ക് വളരെ കുടുങ്ങിയിട്ടുമുണ്ടാകും. അതുകൊണ്ട് ഫഅസ്ലു മുആസറതിഹിന്ന വസ്സബ്റു അലൈഹിന്ന യുഅദ്ദു മിനൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അവളെ മുആസറത്ത് നന്നാക്കലും അത് സബൂർ ചെയ്യലും എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഫീ സബീലിലുള്ള മുജാഹദയിലാണ് പെട്ടിട്ടുള്ളത്. وكان عليه الصلاة والسلام يحسن المعاشرة مع أزواجه المطهرة رضي الله عنهن, അസ്വാജിനോട് തങ്ങൾ നല്ല ഹുസ്നുൽ മുആശറത്താണ്. ഹുക്കിയ അന്നൽ മുതഅബ്ബിദീന കാന യുഹ്സിനുൽ ഖിയാമ അലാ സൗജതിഹി, അല്ലാഹുവിൻ്റെ ഇബാദത്തിൽ കഴിയുന്ന ചിലര് പെണ്ണുങ്ങളോട് നല്ല നിലക്കാൻ നിൽക്കുക, പെണ്ണുങ്ങൾ മരിക്കുന്നവര്. വഅറദാലിഹി തസവ്വജു, പിന്നെന്താക്കിയെന്നറിയോ? മംഗലം കഴിക്കൽ കാണിച്ച് ഫംതന, എനിക്ക് വേണ്ടാന്നും പറഞ്ഞു. എന്താ അങ്ങനെയായി? വഖാല അൽ ബഹദത്തു അർവഹു ലിഖൽബി, ഒറ്റക്ക് കയ്യിലാണെൻ്റെ കൽബിന് റാഹത്ത് എന്ന്. ഫഖാല പറയുന്നു, ഫറഅയ്തു ഫിൽ മനാമി ബഅദ ജുമുഅത്തിൻ മിൻ വഫാതിഹാ, പെണ്ണുങ്ങൾ മരിച്ചതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നു, കഅന്ന അബ്വാബ സമാഇ ഖദ് ഫുതിഹത്ത്, ആകാശവാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. വകഅന്ന റിജാലൻ യൻസിലൂന വയസീറൂന ഫിൽ ഹവാ, കുറേ ആണുങ്ങന്മാർ എന്താക്കുന്നു, ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഹവായിലിങ്ങനെ പറക്കുന്നു. യത്ബഉ ബഅദുഹും ബഅദാ, ചിലർ പിന്നാലെ. വകുല്ലമാ നളറ ഇലയ്യ വാഹിദും മിൻഹും, അതിൽപ്പെട്ട ഓരോരുത്തരും എന്നെക്കുള്ള നോക്കുമ്പോൾ യഖൂലു ലിമൻ വറാഅഹു, പിന്നിലുള്ള ആളോട് പറയുന്ന ഹാദാ ഹുവൽ മശ്ഊം, ഇവനാണ് മശ്ഊം, ഓനാണ് മശ്ഊം എന്നിങ്ങനെ പറയും. അപ്പോൾ ഇവർക്ക് തോന്നി ഫയഖൂലുൽ ആഖിറു നഅം പറയും, അത് സമ്മതിച്ചില്ലേ. വയഖൂലു സാലിസു, മൂന്നാമത്തെ ആളും പറയും കദാലിക, അങ്ങനെ. ഫഖിഫ്തു, അപ്പം എനിക്ക് പേടിയായി. അൻ അസ്അലഹും, അവരോട് ചോദിക്കാനൊരു പേടിയും. ഇലാ മർറ ഫി ആഖിറുഹും, അവസാനത്തെ ആളെത്തുന്നത് വരെ എന്താ ചോദിച്ചില്ല. ഫഖുൽതു ലഹു മൻ ഹാദൽ മശ്ഊം, പോയാളല്ല മശ്ഊം എന്ന് പറഞ്ഞ് ആരംഭിച്ച. ഖാല അൻത, നീ തന്നെ. ഖാല വലിമ, എന്തുകൊണ്ട് ഞാൻ മശ്ഊമായി? ഖാല കുന്നാ നർഫഉ അമലക മഅ അഅമാലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ മുജാഹദ ചെയ്യുന്ന അമലില്ലേ, ആ കൂട്ടത്തിൽ നിങ്ങൾ അമലും എന്താക്കും, നമ്മൾ എപ്പം കൊണ്ടുപോകാറുണ്ട്. ഇപ്പം മുന്തു ജുമുഅത്തിൻ, ഒരു ആഴ്ച ഇങ്ങോട്ട് അത് കിട്ടുന്നില്ല. ഉമിർന അൻ നദഅ അമലക മഅൽ മുഖാലിഫീൻ, യുദ്ധത്തിന് പോകാത്ത മുഖാലിഫീങ്ങളുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ കൂട്ടിക്കോ. ഫലാ നദ്രി മാ ഹദസ്ത, നീ എന്താണ് ചെയ്തെന്ന് അറിഞ്ഞിട്ടില്ല. വഖാല ലി ഇഖ്വാനിഹി, പിന്നെ ഇഖ്വാനികളോട് പറഞ്ഞ് ഇപ്പം കള്ളി തിരിഞ്ഞ് ലബ്ബി ജോലി, എനിക്കൊരു മംഗലം കഴിക്കണോ എന്നാണ്. ഫലം ഞെക്കും ഫാരിഖുഹു സൗജത്താൻ ഞാൻ സലാസുൻ, അവിടെ നിന്ന് അങ്ങോട്ട് 2 or 3 ഭാര്യമാരെ എപ്പോൾ അയക്കുണ്ടാവും. പെണ്ണ് മരിക്കുമ്പോൾ എല്ലാം കെട്ടൽ തന്നെയാണ്. അത് അമ്മ കസറത്തുൻ നിസാഇ ലൈസത്ത് മിനദ്ദുന്യാ, ദുന്യാവിൽ പെട്ടതല്ലാതെ. എന്തുകൊണ്ട്? ലിഅന്ന സുഹാദ വൽ ഉബ്ബാദ കാനു യതസവ്വജൂന സലാസൻ വഅർബഅ, എത്രയോ സാഹിദീങ്ങളും ആബിദീങ്ങളും 3 4 കെട്ടിയ കൂട്ടരുണ്ട്. പണ്ട് ഒരു മുറബിയ ഷെയ്ഖ് വന്ന കഥ പറഞ്ഞിട്ടില്ലേ? അല്ല, അപ്പം ഇങ്ങനെ അത് മുറബിയ ഷെയ്ഖ് ഉണ്ടായിന് പോലും, എവിടെയൊന്നും ചോദിക്കണ്ടേ. അപ്പം മുരീദ് പറഞ്ഞോലോ, ഞാൻ പെണ്ണിട്ടിലാകെ തോറ്റണ് ഷെയ്ഖെ, അതിനെന്താന്ന് കെട്ടടാന്ന്. ഉടനെ എന്താക്കിയോലോ, 2ാമത്തെ മംഗലം കഴിച്ചു, അവിടെയും തോറ്റ്. വീണ്ടും പറഞ്ഞ പായ കെട്ടടാന്ന്.
അപ്പം മൂന്നാമത്തെയും കിട്ടി. അങ്ങനെയും പറഞ്ഞ് നാലാമത്തെയും കിട്ടി. അപ്പം നാലാമത്തെ കെട്ടിയ പെണ്ണാരാന്നൊരു മുമ്പുള്ള 3 ആളെ ഇയാളെ അടക്കി വരിക്കുന്ന പെണ്ണാന്ന് തോന്നി. അപ്പം അത്ര മുന്തിയ പെണ്ണാ. അപ്പം എന്താക്കി 4 കെട്ടണമെന്ന് മുറബിയ ഷെയ്ഖ് പറഞ്ഞാലോടും ഒരു ഇതിനോട്. ഇതാണ് കഥ. എന്താ ഫിഖ് ഉണ്ടാ എവിടെയാന്ന് എന്താന്ന് കഥയിൽ ചോദ്യമില്ല. എല്ലാം 4മത്തെ ഉഷാറായില്ലേ? 3 പെണ്ണിന് ഇയാളെയും കൂടി എന്താക്കും നല്ല നിലക്ക് അടക്കി ഭരിക്കും. അപ്പം അത്ര ഉഷാർത്തിയായി. നിങ്ങളെ കൊണ്ട് ചേർക്കപ്പെട്ട ദുന്യാവിൽ എനിക്ക് മഹബത്തുള്ള നിസാഹ് വത്തീബ് ഖുർറത്തു ഐനി ഫിസ്സലാ, എല്ലാത്തിനെയും എൻ്റെ കണ്ണ് കുളിർക്കുന്ന നിസ്കാരത്തിലാണ് എന്ന്. അളക്കട്ടെ.